വേദിയിലും സദസ്സിലുമുള്ള കേരള നദ്വത്തുൽ മുജാഹിദീന്റെയും പോഷക സംഘടനകളുടെയും ബഹുമാന്യരായ നേതാക്കളെ, പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. പയ്യോളി മണ്ഡലം കേരള നദ്വത്തുൽ മുജാഹിദീൻ സംഘടിപ്പിക്കുന്ന മനുഷ്യൻ, ധാർമ്മികത, സമൂഹം എന്ന തലക്കെട്ടിൽ ഒരു ബഹുജന സംഗമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. വൈകുന്നേരം 4:30 മണിക്ക് ആരംഭിച്ച ഈ സംഗമത്തിൽ പ്രിയപ്പെട്ട സുഹൃത്ത് ഷെരീഫ് മേലേതിലും സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കളും നമ്മളോട് സംസാരിച്ചു. പ്രസ്തുത സംഗമത്തിന്റെ 2ാം ഭാഗത്തിലാണ് ഇപ്പോ നമ്മൾ ഉള്ളത്. വർത്തമാനകാല സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ സുഖവും ആനന്ദവും സമാധാനവും ഒക്കെ അനുഭവിക്കുക എന്നത് മനുഷ്യരുടെ ഒരു വലിയ സ്വപ്നമാണ്. സമാധാനം ഉണ്ടാവണം, സന്തോഷമുണ്ടാവണം, ജീവിതം സുഖകരമായിരിക്കണം. ഇതാഗ്രഹിക്കാത്ത ഒരു മനുഷ്യന്മാരും ഈ ലോകത്തുണ്ടാവുകയില്ല. പക്ഷേ സങ്കടകരമായ വർത്തമാനം, മനുഷ്യൻ എന്തൊക്കെ പുരോഗതികൾ ആർജിക്കുമ്പോഴും എത്രയൊക്കെ വളർച്ച അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴും സമ്പത്തും വിജ്ഞാനങ്ങളുമൊക്കെ എത്രയെത്ര വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഓരോ ദിവസം കൂടുന്തോറും മനുഷ്യ ജീവിതം കൂടുതൽ ഉത്കണ്ഠയും ഭയപ്പാടും നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെയൊക്കെ അനുഭവം. നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കൾ, അവർക്ക് നമ്മുടെ അത്ര സമ്പത്തുണ്ടായിരുന്നില്ല, നമ്മുടെ അത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, നമ്മുടെ അത്ര ഭൗതികമായ സൗകര്യങ്ങളില്ലായിരുന്നു. പക്ഷേ അവരുടെ ജീവിതം സമാധാനപൂർണമായിരുന്നു, അത് ശാന്തി നിറഞ്ഞതായിരുന്നു, അത് സന്തോഷകരമായിരുന്നു. കഴിഞ്ഞ തലമുറയോട് ചേർന്ന് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മുടെ സമൂഹത്തിലെ ഇത്തിരി പ്രായമുള്ള ആളുകളോടൊക്കെ സംശയമുണ്ടെങ്കിൽ ഈ പുതിയ തലമുറയിൽപ്പെട്ട മക്കൾക്ക് ചോദിക്കാവുന്നതാണ്. എങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ ജീവിതം? ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളില്ലായിരുന്നു, മൊബൈൽ സൗകര്യങ്ങളില്ലായിരുന്നു, ആധുനികമായ പല സൗകര്യങ്ങളും ഇല്ലായിരുന്നു, വലിയ ആശുപത്രികളില്ലായിരുന്നു, വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലായിരുന്നു. അവരുടെ ജീവിതം ഒരു കുടുസായ, ഒതുങ്ങിയ, വളരെ പ്രയാസകരമായ ജീവിതമായിരിക്കും അല്ലേ എന്നൊരു പക്ഷേ പുതിയ തലമുറക്ക് ചോദിക്കാൻ തോന്നിയേക്കാം. പക്ഷേ അവരുടെ ജീവിതത്തെ പറ്റി അറിയുന്നവർക്കറിയാം, ഈ സൗകര്യങ്ങളൊന്നുമില്ലാഞ്ഞിട്ടും അവരുടെ ജീവിതം സന്തോഷകരമായിരുന്നു. അവർ പരസ്പരം ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു, അവർ വിരുന്നുകൾ പോകാറുണ്ടായിരുന്നു, അവർ ഒരുമിച്ച് കൂടി കുടുംബങ്ങളും സുഹൃത്തുക്കളും അയൽവാസികളുമൊക്കെ ഒന്നിച്ചിരുന്ന് ഒരുപാട് നേരം സംസാരിക്കാറുണ്ടായിരുന്നു. അവരുടെ കല്യാണങ്ങൾക്ക് കൂലിക്ക് ആളെ വെക്കേണ്ടിയിരുന്നില്ല. നാട്ടുകാർ സന്തോഷത്തോടെ കല്യാണപ്പന്തലും കല്യാണത്തിന്റെ കാറ്ററിംഗും ഒക്കെ ആളുകൾ, അയൽക്കാരും സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെ സന്തോഷത്തോടു കൂടി ചെയ്തു കൊടുക്കുമായിരുന്നു. ഒരു രോഗമുണ്ടായാൽ എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും ഏറ്റിക്കൊണ്ടുപോകാൻ ആംബുലൻസുകൾ ഇല്ലാത്ത കാലത്ത് ആളുകൾ തയ്യാറായിരുന്നു. അവരുടെ ജീവിതം ഒരു വലിയ സന്തോഷത്തിന്റെ ജീവിതമായിരുന്നു. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സത്യത്തിൽ അവരൊന്നും അനുഭവിച്ച ജീവിത സുഖത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് അവരുടെ ജീവിതം കണ്ട എന്നെ പോലെ എന്റെ പ്രായത്തിലുള്ള ആളുകൾ പറയുമ്പോൾ പുതിയ തലമുറയിലെ മക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മക്കളെ,
നിങ്ങൾ ജീവിക്കാൻ പോകുന്ന കാലം ഏറ്റവും ദുർഘടമായ, ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ ഒരു കാലമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തോന്നുകയാണ്. 10-25 വയസ്സുള്ള ഒരു ബാപ്പയല്ല വല്ലിപ്പയാണ്. അദ്ദേഹത്തിന്റെ വിരലിൽ തൂങ്ങി ഒരു 4 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. ഈ വല്ലിപ്പാക്ക് ഈ പെൺകുട്ടിയോട് വല്ലാത്ത സ്നേഹ. അതുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോഴൊക്കെ അവളുടെ കയ്യും പിടിച്ചാ പള്ളിയിൽ വരിക. അപ്പൊ ഒരു സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞത്, മൗലവി, നമ്മുടെ കാലൊക്കെ വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടിയേക്കാൻ തീരും, ഇനി ഒരുപാടൊന്നുമില്ലല്ലോ. എന്റെയൊക്കെ സങ്കടം ഈ കുട്ടിയൊക്കെ വളർന്ന് വലുതായി ജീവിക്കേണ്ട ആ ലോകത്തെക്കുറിച്ചും ആ സാഹചര്യങ്ങളെ കുറിച്ചും ആലോചിക്കുമ്പോഴാണ് മനസ്സിന്റെ ഉള്ളില് ഒരു വല്ലാത്ത വിഭ്രാന്തി. ഇന്ന് രാവിലത്തെ പത്രം നമ്മളോട് പറഞ്ഞ ആദ്യത്തെ വാർത്ത ഒരു 20 വയസ്സുകാരന്റെ 21 വയസ്സുകാരന്റെ മൃഗീയമായ അക്രമത്തിൽ മരണപ്പെട്ട ഒരമ്മയുടെ ദയനീയ ചിത്രമാണ് 1-ാം പേജിൽ നമ്മുടെ മുഖത്തേക്ക് നോക്കിയത്. അവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെ ഒട്ടനവധി നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന വർത്തമാനങ്ങളും വാർത്തകളുമാണ് ചുറ്റുഭാഗത്തൊക്കെ എമ്പാടും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് വളരെ ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ പത്രം വായിക്കുന്നവരാണോ? നിങ്ങൾ ടെലിവിഷനിൽ വാർത്തകൾ കേൾക്കുന്നവരാണോ? രണ്ടായിരുന്നാലും എന്റെ ചോദ്യം, ഈ അടുത്ത കാലത്തെങ്ങാനും ഏതെങ്കിലും ഒരു വാർത്ത കേട്ടിട്ട് നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നിയ ഒരു വാർത്ത, ഏതെങ്കിലും ഒരു പത്രത്തിന്റെ ആദ്യ പേജിൽ, ഏതെങ്കിലും ഒരു വാർത്തയുടെ 1-ാമത്തെ വാർത്തകളിൽ അത്തരമൊരു വർത്തമാനം നമ്മൾ കേട്ടോ? നമ്മുടെ മനസ്സിന് കുളിരണിയിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ ആനന്ദ തുന്തിലമാക്കുന്ന എന്തെങ്കിലും ഒരു സന്തോഷകരമായ വർത്തമാനം കേട്ടിട്ട് എത്ര കാലമായി? ഭയാനകമായ യുദ്ധത്തിന്റെ, ഭയാനകമായ മനുഷ്യവേട്ടയുടെ, ഭയാനകമായ നടുക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ വർത്തമാനങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണമുള്ളതുമില്ലാത്തതുമായ ഒരുപാട് വർത്തമാനങ്ങൾ. ഈ വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷപ്പെടുകയല്ല, അത് കൂടുതൽ കൂടുതൽ ഉത്കണ്ഠപ്പെടുകയാണ്. ഞാന് ഈ റമദാനിന്റെ തൊട്ടു മുമ്പ് ഖത്തർ സന്ദർശിച്ചു. ഖത്തറിലെ അതിസമ്പന്നമായ ഒരു മേഖലയുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ യൂറോപ്യൻ പട്ടണങ്ങളെ അങ്ങനെ തന്നെ അടർത്തിയെടുത്തുണ്ടാക്കിയതുപോലെ അത്ഭുതപ്പെടുത്തുന്ന ചില ഭാഗങ്ങളുണ്ട് ഖത്തറിന്റെ ചില ഭാഗങ്ങളിൽ. ആ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോ അത്ഭുതപ്പെട്ടുകൊണ്ട് അമ്പരപ്പിക്കുന്ന കാഴ്ചകളിലേക്ക് കണ്ണുവായിച്ച് അങ്ങനെ അന്തം വിട്ട് നടക്കുമ്പോ കൂടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു, സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും സമാധാനത്തോടെ ഉറങ്ങിയിട്ട് നാളേറെയായി. ഇന്ന് കാണുന്ന ഈ കെട്ടിട സമുച്ചയങ്ങളൊക്കെ നാളെ നേരം പുലരുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുവാൻ വല്ലാതെ ധൈര്യപ്പെടാത്ത ദിനരാത്രങ്ങൾ. രാത്രി കിടന്നുറങ്ങുമ്പോ അവസാനമായിട്ട് വീട്ടിലേക്ക് വിളിച്ച് വീട്ടുകാരോട് സലാം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോ പലപ്പോഴും ആ വാക്കുകൾ ഒരു ഗദ്ഗതത്തിൽ അവസാനിക്കുന്നു. നാളെ രാവിലെ ഇങ്ങനെ വിളിക്കാൻ ആയുസ് ബാക്കിയുണ്ടാകുമോ എന്നറിയാത്ത ദിനരാത്രങ്ങളാണ് കടന്നു പോകുന്നത് എന്ന്. അവർ സമ്പന്നരാണ്, പക്ഷേ സമാധാനം എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം സാമ്പത്തിക മെച്ചപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് നിങ്ങൾ കയറി ചെല്ലുക. ആ കുടുംബത്തോട് വെറുതെ ചോദിക്കുക, എന്താ വർത്താനം, വീടൊക്കെ നല്ല വീടാണല്ലോ, കാറൊക്കെ ഉഷാറാണല്ലോ, മക്കളൊക്കെ വരുമാനമൊക്കെ നന്നായിട്ടില്ലേ, ഏർപ്പാടുകളൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അൽഹംദുലില്ലാഹ് അതൊക്കെ നല്ല നിലക്ക് പോകുന്നുണ്ടെങ്കിലും മൗലവി മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വല്ലാത്ത സങ്കടമുണ്ട്, ഒരു ഇടങ്ങേറുണ്ട്. എന്തായിരിക്കാം ആ ഇടങ്ങേറിന്റെ കാരണം? ചിലപ്പോൾ രോഗങ്ങളാവാം, ചിലപ്പോൾ സാമ്പത്തികമായ മാന്യതയാവാം, ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളിലെ ചില വിള്ളലുകളാവാം, ചിലപ്പോൾ കുട്ടികളുടെ അനുസരണക്കേടോ അവരുടെ വഴിതെറ്റിയ സഞ്ചാരമോ ഇതൊക്കെ ആവാം. എന്തായിരുന്നാലും മനസ്സും മനുഷ്യനും അസ്വസ്ഥമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നർത്ഥം. എന്താണ് പരിഹാരം? സാങ്കേതിക വളർച്ച, സാങ്കേതികമായ ഉയർച്ച അത് മനുഷ്യന്റെ മനസ്സിന് സമാധാനം കൊടുക്കുമോ? ഇല്ല എന്ന് അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസം മനുഷ്യന്റെ മനസ്സിന് സമാധാനം കൊടുക്കുമോ? ഇല്ല എന്ന് അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പത്തിന്റെ വർധനവ് മനുഷ്യന്റെ മനസ്സിന് സമാധാനം കൊടുക്കുമോ? ഇല്ല എന്ന് അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു.
പിന്നെ എങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സ് സമാധാനപൂർണമാവുക? ഈ വിഷയത്തിലാണ് ഇൻഷാ അല്ലാഹ് ഏതാനും സമയം ഏറെ വൈകാതെ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളൊക്കെ പലപ്പോഴും ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഇസ്ലാം മതം നമ്മളെ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന ഒരു സംഗതി മറ്റൊന്നുമല്ല, മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നമുക്കാർക്കും ആ വിഷയത്തിൽ യാതൊരു തർക്കമല്ല. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. അള്ളാഹുവിന്റെ സൃഷ്ടി ഈ ലോകത്ത് ഒരുപാടുണ്ട്. ലക്ഷക്കണക്കിന് വിഭാഗത്തിൽപ്പെട്ട ജീവിയവും അജീവിയവുമായ അനേകം സൃഷ്ടികൾ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെതായിട്ടുണ്ട്. ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് നമ്മൾ സ്വയം അംഗീകരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യനായ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ എത്രമാത്രം ദുർബലരാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എത്രമാത്രം ദുർബലരാണ്. നോക്കൂ, നിങ്ങൾ കടുത്ത ചൂടിനെ കുറിച്ചാണ് ഇന്ന് എല്ലാവരും സംസാരിക്കുന്നത്. രണ്ടാളുകൾ എവിടെയെങ്കിലും കണ്ടുമുട്ടിയാൽ പരിചയമില്ലാത്തവരാണെങ്കിൽ കൂടി അവർ സംസാരിക്കുന്നത് ചൂടിനെ കുറിച്ചോ. ഓ, വല്ലാത്ത ചൂടാട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പരിചയം ആരംഭിക്കുന്നത് തന്നെ. ഞാനിപ്പോ ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഈ തിക്കോടിയിൽ വന്നിറങ്ങുന്നത്. 100 കിലോമീറ്റർ ദൂരെ നിന്ന് വന്ന് ഇവിടെ ഒരു പീഡികക്കോലായിൽ കയറി നിൽക്കുന്ന എന്നോട് ഒട്ടും പരിചയമില്ലാത്ത ഒരാള് ആദ്യം പറയുന്ന വാക്കിതാ, ഔ വല്ലാത്ത ചൂടന്നെ. നിങ്ങളെ ഈ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? അല്ല, ഞാൻ അങ്ങനെ നിലമ്പൂരിൽ നിന്ന് വരിക. അവിടെ എങ്ങനെയുണ്ട് ചൂട്? കൂടുതലുണ്ടോ കുറവുണ്ടോ? ചൂടാണ് സംസാര വിഷയം അല്ലെ? ഞാൻ വെറുതെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ചോദിക്കട്ടെ, ചൂട് കൂടും, മുന്നറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ട്. എമ്പാടും വെള്ളം കുടിക്കണം, വെയിൽ കൊള്ളരുത്, നേർക്ക് നേരെ വെയിലത്തേക്ക് ഇറങ്ങരുത്, പ്രത്യേകിച്ച് 11 മണി മുതൽ 3 മണി വരെ നമ്മൾ വെയിലത്തേക്ക് മക്കളോ കുടുംബങ്ങളോ ഇറക്കരുത്, തണലിൽ നിൽക്കണം, ഒരുപാട് നിർദ്ദേശങ്ങൾ. നമ്മുടെ വിഷയം അതല്ല. ഈ ചൂട് ഇങ്ങനെ തന്നെ പതുക്കെ പതുക്കെ കൂടുക, ഓരോ ദിവസം 1 ഡിഗ്രിയോ 2 ഡിഗ്രിയോ ഒക്കെ ആ ചൂട് ഇങ്ങനെ കൂടി വരികയാണെങ്കിൽ ഈ ചൂട് കുറക്കാൻ ഈ ലോകത്ത് എന്ത് സംവിധാനമാണ് മനുഷ്യന്റെ മുമ്പിലുള്ളത്? മഴ പെയ്യുന്നില്ല, വേനൽ മഴ പെയ്യുമെന്ന് പല പ്രാവശ്യം മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മളെ തേടി വന്നിട്ടും ആ മുന്നറിയിപ്പിന്റെ അപ്പുറത്തേക്ക് മഴകളൊന്നും പെയ്തില്ല. ഈ മഴ പെയ്യാതെ ഈ ചൂടിങ്ങനെ കൂടി പോവുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, ആ ചൂടൊന്ന് കുറക്കാൻ എന്തെങ്കിലും ഒരു മാർഗം മനുഷ്യന്റെ മുമ്പിലുണ്ടോ? ഈ ലോകത്തെ ശാസ്ത്രജ്ഞന്മാർക്കോ അല്ലെങ്കിൽ ലോകത്തിലെ മാനവിക വലിയ നേതാക്കൾക്കോ ഈ കത്തുന്ന ചൂടിനെ ഒന്ന് ശമിപ്പിക്കാൻ എന്തെങ്കിലും ഒരു നിർദ്ദേശം ലോകത്തിന്റെ മുമ്പിൽ വെക്കാൻ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? 1. 2, ഇനി ചൂട് തീർന്നു, മഴ പെയ്യാൻ തുടങ്ങി, മഴ തോരാതെ പെയ്യാൻ തുടങ്ങി, വെള്ളം പൊന്തി വന്നു, ജനവാസ കേന്ദ്രങ്ങൾ വെള്ളത്തിലായി, ആളുകളെ വീടുകളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു, അവിടെയും വെള്ളം എത്താൻ തുടങ്ങി. പണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ പോലെ ആ വെള്ളം ഇങ്ങനെ ഉയർന്നു വന്നാൽ ആ മഴവെള്ളത്തെ തടയാൻ, പെരുമഴയായി പെയ്യുന്ന മഴയെ ഒന്ന് നിർത്തിവെക്കാൻ എന്ത് സംവിധാനമാണ് ഈ ലോകത്തിലെ മനുഷ്യന്റെ കൈവശമുള്ളത്? ചിലപ്പോഴൊക്കെ വലിയ ഇത്തരം പെരുമഴകളും വെള്ളപ്പൊക്കങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭരണകൂടങ്ങളിൽ നിന്ന് നമ്മളെ തേടി വരുന്ന ഒരു സന്ദേശമുണ്ട്. ഒട്ടും ഭയപ്പെടേണ്ടതില്ല, ഏത് സാഹചര്യത്തെയും നേരിടാൻ നമ്മുടെ സംവിധാനങ്ങൾ സജ്ജമാണ്. ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് കലക്ട്രേറ്റുകളിൽ നിന്നും അതുപോലെ ഭരണകൂടങ്ങളിൽ നിന്നുമൊക്കെ. ഞങ്ങളുടെയൊക്കെ നാട്ടില് മലയോര മേഖലയായതുകൊണ്ട് നന്നായിട്ട് മഴ പെയ്താൽ പെട്ടെന്ന് ഉരുൾപൊട്ടലുകളും മലയിടിച്ചിലുകളും പുഴയിൽ കുത്തിയൊലിച്ച് വെള്ളം വരവും വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്നതുമൊക്കെ സർവ്വസാധാരണമായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ 1-2 ദിവസത്തിലൊക്കെ അങ്ങനെ ഒന്നായിട്ട് മഴ പെയ്യുമ്പോൾ പഞ്ചായത്തിൽ നിന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് ചില സന്ദേശങ്ങൾ വരും. ആ സന്ദേശങ്ങൾ ഇങ്ങനെയാണ്: ഒട്ടും ഭയപ്പെടേണ്ടതില്ല, ഏത് സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഭരണകൂടങ്ങൾ സജ്ജമാണ്. ഇത് കേൾക്കുമ്പോൾ ചിരി വരാറുണ്ട്. എന്താണ് ഒരു പെരുമഴ തോരാതെ പെയ്ത് റോഡ് വെള്ളത്തിലായി വെള്ളം മുകളിലേക്ക് ഉയർന്നാൽ ആ വെള്ളത്തെ തടയാൻ എന്തൊരു സംവിധാനമാണ് നമ്മുടെ മുമ്പിലുള്ളത്? ഞങ്ങളുടെ നാട്ടിലൊരിക്കൽ
നന്നായിട്ട് മഴ പെയ്തപ്പോഴേ ഈ ചാലിയാർ പുഴ ഇങ്ങനെ വരുന്നത് ഞങ്ങളുടെ നാട്ടിലൂടെയാണ്. അതിങ്ങനെ മലയിറങ്ങി ഇങ്ങനെ വരുന്ന ചെറിയൊരു പുഴയാണ്. പക്ഷെ നന്നായിട്ട് മഴ പെയ്യുമ്പോ പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ ഈ പുഴയിൽ വെള്ളം കൂടും. വെള്ളം കൂടുക പറഞ്ഞാല് ഇവിടത്തെ പോലെ വെള്ളം ഇങ്ങനെ പരന്ന് കിടക്കല്ല, കുത്തി വലിച്ച് പാറക്കെട്ടുകളിലൂടെ പോകുന്ന രൂപത്തില് ചെവിടടപ്പിക്കുന്ന ശബ്ദത്തില് അങ്ങനെ കുത്തി വലിച്ച വെള്ളം പോകുക. കുത്തനെയാണ് പുഴ. അപ്പൊ ഈ പുഴ വരുന്ന വഴിക്ക് ഈ പുഴ ഒരു സ്ഥലത്ത് വെച്ച് രണ്ടായിട്ട് കെട്ട് പിരിഞ്ഞ്, ഇങ്ങനെ വന്ന പുഴ രണ്ടായി കെട്ട് പിരിഞ്ഞ്, കുറച്ച് ഇപ്പുറം വന്നത് ഒന്നായിട്ട് വീണ്ടും ഒഴുകി. പക്ഷെ ഈ രണ്ടായിട്ട് പിരിഞ്ഞപ്പോൾ അപകടം സംഭവിച്ചത് ഈ രണ്ട് പുഴകൾക്കുമിടയിൽ ഒരു വീടും ഒരു വീട്ടുകാരനും ഒറ്റപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടുട്ടോ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു പശു ഉണ്ട്. ആ പശുവും അദ്ദേഹവും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒറ്റപ്പെട്ടു. ആ വീടിന്റെ രണ്ട് ഭാഗത്തു കൂടെ പുഴ കെട്ടൊഴുകി. അദ്ദേഹം ആളുകളൊക്കെ വളരെ ഉത്കണ്ഠാകുലരായി. കാരണം അദ്ദേഹം ആ വീട്ടിൽ ഒറ്റപ്പെട്ടിക്കല്ലേ, രണ്ടു ഭാഗത്തുകൂടെ പുഴങ്ങനെ. പത്രങ്ങളിലൊക്കെ വാർത്തകൾ ഭയങ്കരമായി, വാർത്താ ചാനലുകളുടെ അവതാരകന്മാര് പല രൂപത്തിൽ അവിടെ വന്ന് വാർത്ത അവതരിപ്പിച്ച്. ഞങ്ങളുടെ നാട്ടുകാർക്കൊന്നും വല്ല ബേജാറില്ല, കാരണം ആ വീട്ടിലുള്ള ആൾക്ക് നന്നായിട്ട് നീന്താൻ അറിയാം. അയാൾ വിചാരിച്ചാല് 5 മിനിറ്റ് കൊണ്ട് നീന്തി മറുകര പറ്റുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നാട്ടുകാർക്ക് വല്ല ബേജാറൊന്നും ഉണ്ടായില്ല. പക്ഷെ പിറ്റത്തെ ദിവസം ഒരു വലിയ പത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ വന്ന വാർത്ത ഞങ്ങളെ ഏറെ അത്ഭുതപ്പെടുത്തുകയും ചിരിപ്പിക്കുകയും ചെയ്തു. കാരണം ഒരു നാട് മുഴുവനും ശ്വാസമടക്കി പിടിച്ച് 24 മണിക്കൂർ പ്രാർത്ഥനയോടുകൂടി നിന്നു. ആരും ശ്വാസം അടക്കി പിടിച്ചിട്ടില്ല, കാരണം ആർക്കും ഒരു പേടില്ല. ഞങ്ങളുടെ നാട്ടില് ഇത്തരം വാർത്തകളും സംഭവങ്ങളും സാധാരണമാണ്. അപ്പൊ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ഫയർഫോഴ്സ് ബോട്ടുമായിട്ട് വന്ന്, പക്ഷെ ഈ കുത്തിയൊഴുകുന്ന പുഴയിലേക്ക് ഈ ബോട്ട് ഇറക്കാൻ ഫയർഫോഴ്സിന് പറ്റില്ല. അപ്പൊ അവര് മടങ്ങി. അടുത്തത് പറഞ്ഞത് ഹെലികോപ്റ്റർ വരുന്നതാണ്. അങ്ങനെ ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ട് ഹെലികോപ്റ്റർ മേലെങ്ങനെ വന്ന് ഒന്ന് വട്ടമിട്ട് പറങ്ങിയിട്ട് ഹെലികോപ്റ്റർ തിരിച്ചുപോയി. അപ്പോ അതിന്റെ മറുപടി ഞങ്ങൾക്ക് കിട്ടിയത് സുരക്ഷാ കാരണങ്ങളാൽ ഹെലികോപ്റ്ററിന് ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഹെലികോപ്റ്റർ തിരിച്ചുപോയി. ഞങ്ങൾ കാത്തുനിന്ന് എന്ത് സംവിധാനമാണ് സർക്കാരിന്റെ ഭാഗത്തുള്ളത്. അങ്ങനെ കുറെ കഴിഞ്ഞ് മഴ ശമിച്ച് പുഴയിലെ വെള്ളം ഇങ്ങനെ താന്ന് കഴിഞ്ഞപ്പോണ്ട് നമ്മുടെ വീട്ടുകാരൻ പശുവിന്റെ കയറും പിടിച്ച് ആ പുഴ മുറിച്ച് ഇപ്പുറത്തെത്തി. വലിയ തമാശയായിരുന്നു. പക്ഷേ ഈ തമാശയിലുള്ള കാര്യം എന്താ ചോദിച്ചാൽ, ഈ പ്രകൃതിയിൽ നടക്കുന്ന ഇത്തരം ദുരന്തങ്ങൾക്കെതിരെ പ്രതികരിക്കാനോ അതിൽ നിന്ന് അതിനെ തടഞ്ഞു നിർത്താനോ ഒരു മാർഗവും മനുഷ്യന്റെ കൈവശം ഇന്നോളം, ഇതിപ്പോ നമ്മൾ ജീവിക്കുന്ന കാലം എന്ന് പറഞ്ഞാല് സാങ്കേതികത അതിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തിയ കാലല്ലേ. ഈ കാലത്ത് പോലും ഒരു കുന്നിങ്ങട്ട് ഇടിഞ്ഞു വന്നാൽ, കവളപ്പാറയിൽ കുന്നിടിഞ്ഞപ്പോ ആ കുന്നിടിഞ്ഞത് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കുന്നിന്റെ മുകൾ ഭാഗം ഇടിഞ്ഞു വന്നേ. അത് താഴെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ താഴെയുള്ള ഒരു ജനവാസ മേഖലയെ നിരത്തിക്കൊണ്ടാണ് ആ മണ്ണങ്ങട്ട് പോയത്. ആ ഭാഗത്ത് ഇങ്ങനെ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി വീടിന്റെ ഉള്ളില് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അവരുടെ മൃതശരീരങ്ങൾ പുറത്തെടുക്കാനുള്ള ശ്രമത്തില് കണ്ട ചില അത്ഭുതകരമായ കാഴ്ചകൾ ഉണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് മുല കൊടുത്ത് കിടക്കുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു ആ മണ്ണിന്റെ ഉള്ളിൽ. ആ അമ്മ ചെരിഞ്ഞാണ് കിടക്കുന്നത്. അമ്മയുടെ മുലക്കണ്ണ് ആ കുട്ടിയുടെ വായിലാണ്. ആ കുട്ടി മുല കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവർക്ക് മുകളിലേക്കാണ് ഈ മണ്ണ് ഭയങ്കരമായിട്ട് വന്ന് അടിഞ്ഞത്. ഈ ഉമ്മമാർക്കറിയാലോ, ഒരു ചെറിയ ശബ്ദം കേട്ടാൽ ഒരമ്മ ഞെട്ടി ഉണരും. അമ്മ ഞെട്ടിയാൽ ആ കുഞ്ഞിന്റെ വായിൽ നിന്ന് അമ്മയുടെ മുലക്കണ്ണ് പുറത്തേക്ക് വരും. പക്ഷെ 1/2 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇടിഞ്ഞ മണ്ണ് ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും ശരീരത്തിലേക്ക് എത്താൻ എടുത്ത ആ നിമിഷം ചെറിയ ഒരു സമയമാണ്. ഒന്ന് നെട്ടി ഉണരാൻ പോലും സമയമില്ലാത്ത അത്ര ചെറിയ സമയത്തിലാണ് അവർ ആ മണ്ണിന്റെ അടിയിലായത്. ഈ ഒരു വലിയ ദുരന്തങ്ങളെ തടയാൻ എന്ത് സംവിധാനമാണ് മനുഷ്യന്റെ കൈവശമുള്ളത്? ഞാനിത് പറയാൻ കാരണം അറിയങ്ങൾ, നമ്മളൊക്കെ വല്ലാതെ അഹങ്കാരികളായിട്ട് അള്ളാഹുവിനെയും അല്ലെങ്കിൽ സൃഷ്ടാവിനെയും ആ സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പിനെയും സൃഷ്ടാവ് തന്ന അവന്റെ കാരുണ്യങ്ങളെയും ഒക്കെ നമ്മൾ മറന്ന് താന്തോന്നികളായി മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ പറയുന്നത്? മനുഷ്യന്മാര് സ്വയം വിചാരിച്ചു അവൻ എന്തിനും മനുഷ്യന്മാര് സ്വയം വിചാരിച്ചിട്ടുണ്ട്
എന്താ വിചാരിച്ചത്? അവൻ സ്വയം ധന്യനാണ്, അവന് കഴിവുണ്ട്, അവൻ എന്തിനും ശേഷിയുണ്ട്, അവന്റെ കണ്ടുപിടുത്തങ്ങൾ എന്തിനും പോന്നതാണ് എന്ന ഒരു ധാരണ ചില മനുഷ്യന്മാരുടെ തലയിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവര് അഹങ്കാരികളായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പഠിപ്പിച്ചൊരു വാക്കുണ്ട്, യാ അയ്യുഹൽ ഇൻസാൻ. അല്ലാഹു തആല പറയുന്നത്, മനുഷ്യരെ, അയ്യുഹന്നാസ്, മനുഷ്യരെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ ഫുഖറാവുകളാണ്. അൻതുമുൽ ഫുഖറാ, നിങ്ങളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ ഫഖീറന്മാരാണ്. ഈ ഫഖീർ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം? നമ്മളൊക്കെ ഈ സക്കാത്തിന്റെ അവകാശികളെ പറ്റി പഠിച്ചപ്പോ ഫക്കീർ, മിസ്കീന് രണ്ട് പേര് പഠിച്ചിട്ടുണ്ട്. രണ്ടിനും നമ്മൾ ഒരേ അർത്ഥം പറഞ്ഞേ, സാധു. എന്നാൽ ഫക്കീറും മിസ്കീനും ഒരേ സാധുവല്ല. മിസ്കീൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് സ്വന്തം പ്രയാസങ്ങൾ മറ്റൊരാളെ അറിയിക്കാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധുക്കളെയാണ് മിസ്കീൻ എന്ന് വിളിക്കുക. ഓൻ പാവാണ് നമ്മള്, ഓന്റെ ബുദ്ധിമുട്ടും പ്രയാസം ഒരാളെ അറിയിക്കാതെ കഷ്ടപ്പെട്ട് ജീവിക്കാം. ഫക്കീർ ആരാരങ്ങള്? സ്വന്തം പ്രയാസങ്ങള് ഒരു മടിയില്ലാതെ മറ്റുള്ളവരെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ് അവരേക്കെന്ന് സഹായം ചോദിച്ചു വാങ്ങി ജീവിക്കുന്ന ആളാണ് ഫക്കീർ. അല്ലാഹു തആല മനുഷ്യനെ പറ്റി പറഞ്ഞ എന്താ അറിയോ? മനുഷ്യന്മാര് മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിൽ ഫഖീറന്മാരാണ്. അമേരിക്കൻ പ്രസിഡന്റ് മുതൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ, നമ്മൾ അടങ്ങുന്നത് മുതൽ, ഈ രാജ്യത്ത് കിടക്കുവാൻ കിടപ്പാടമില്ലാതെ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ അന്തി ഉറങ്ങുന്ന പാവപ്പെട്ടവനെ വരെയാണ് അള്ളാഹു വിളിച്ചത് മനുഷ്യരെ. മനുഷ്യരെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ വെറും ഫക്കീറന്മാരാണ്. അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ കനിവും അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ കാരുണ്യവും കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്തവരാണ് നിങ്ങൾ എന്ന അനിഷേധ്യമായ സത്യം അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഞാനൊരു ആശുപത്രിയിലെ ICUവിൽ കിടക്കുന്ന ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയി. ഡോക്ടറുടെ അനുവാദത്തോടുകൂടി ICUവിൽ കടന്നപ്പോ ആ ICUവിൽ ഒന്നിലേറെ രോഗികളുണ്ട്. രോഗികളെ ഇങ്ങനെ ഒരു തുണിയുടെ മറ കൊണ്ട് ഇങ്ങനെ വേർതിരിച്ച് അപ്പുറം ഇപ്പുറം ഒക്കെ രോഗികൾ ഒരുപാട് കിടക്കുന്നുണ്ട്. ഞാൻ സന്ദർശിക്കേണ്ട രോഗിയുടെ അടുത്ത് പോയി നിന്നപ്പോ തൊട്ടടുത്ത തുണിയുടെ അപ്പുറത്ത് നിന്ന് ഭയങ്കരമായ ശബ്ദകോലാഹലങ്ങളൊക്കെ, കരച്ചിലും അട്ടഹാസങ്ങളും ഒക്കെ കേട്ടപ്പോ ഞാൻ സന്ദർശിക്കാൻ പോയ ആ രോഗി എന്നോട് പറഞ്ഞു, അയാളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്, എപ്പോഴും ഇങ്ങനെ വലിയ ശബ്ദത്താലെ നിലവിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അദ്ദേഹത്തിന്റെ രോഗം? അപ്പൊ അവര് പറഞ്ഞു, എന്തോ ശ്വാസം മുട്ടോ ആസ്തമയോ അങ്ങനെ എന്തോ രോഗമായിട്ട് വന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ ആ തുണിയുടെ മറയുടെ അപ്പുറത്തേക്ക് ഒന്നിങ്ങനെ പാളി നോക്കി ആ രോഗിയെ കാണാൻ. പ്രിയപ്പെട്ട സഹോദര, ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ വലിപ്പം അറിയണമെങ്കിലേ ഇടക്കിടക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു ആശുപത്രിയൊക്കെ ഒന്ന് സന്ദർശിക്കണം കേട്ടോ. മക്കളെയും കുടുംബത്തെയും കൂട്ടി മൂന്നാറിലേക്കും തേക്കടിയിലേക്കും ഊട്ടിയിലേക്കും ഒക്കെ ടൂറ് പോകുന്നതിനിടക്ക് ഏതെങ്കിലും ഒരു ദിവസം മക്കളുടെ കൈപിടിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ജനറൽ വാർഡിന്റെ വരാന്തയിലൂടെ വെറുതെ ഒന്ന് നടക്കണം കേട്ടോ. അനുവാദം കിട്ടുകയാണെങ്കിൽ ആ ക്യാൻസർ വാർഡിന്റെ വരാന്തയിലൂടെ വെറുതെ ഒന്ന് നടക്കണം കേട്ടോ. മനുഷ്യൻ അനുഭവിക്കുന്ന തീവ്രമായ പ്രയാസത്തിന്റെയും അവൻ അനുഭവിക്കുന്ന വേദനകളും അറിയണമെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചെല്ലണം. എന്നിട്ട് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അറിയാതെ അഹങ്കാരത്തിന്റെ മേലെ ജീവിക്കുന്ന പുതുതലമുറയിലെ മക്കൾക്ക് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കണം. വളരെ പ്രായം കുറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ക്യാൻസർ വാർഡിൽ. ആ കുട്ടിക്ക് വളരെ വലിയ രോഗമാണ്. ആ കുട്ടിയുടെ സമീപത്ത് അദ്ദേഹത്തിന്റെ ഉമ്മയുണ്ട്. ആ ഉമ്മ ഇടക്കിടക്ക് അവിടെ നിന്ന് എണീറ്റ് അപ്പുറത്ത് വാഷ്റൂമിലേക്ക് ആ ഉമ്മ പോകുന്നുണ്ട്. എന്തിനാ പോകുന്നത് അറിയോ? തിരിച്ചു വരുമ്പോ ആ ഉമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട്. ഈ ജനിച്ചു വീണ കുട്ടിക്ക് പാല് കൊടുക്കാൻ, അവന്റെ തൊണ്ട നനക്കാൻ, വിശപ്പകറ്റാനുള്ള ഭക്ഷണം ആ ഉമ്മയുടെ നെഞ്ചകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടിക്ക് അത് കൊടുക്കാൻ പറ്റുന്നില്ല. അവന്റെ ചുണ്ട് നേരിയ വെള്ളം കൊണ്ട് നനച്ചു കൊടുക്കാനേ പറ്റൂ. ഈ ഉമ്മയുടെ മുലയിൽ നിറയുന്ന ഈ കുട്ടിയുടെ പാല് ആ ഉമ്മയുടെ നെഞ്ചത്ത് വേദന ഉണ്ടാക്കുമ്പോ ഡോക്ടർമാര് പറഞ്ഞ പ്രതിവിധി എന്താണെന്നറിയോ? അത് പുറത്തേക്ക് ചീറ്റിക്കളയാനാണ്. തന്റെ പ്രിയപ്പെട്ട മകൻ വിശന്ന് പെടയുന്നത് കണ്ടും ആ കുട്ടിയുടെ ചുണ്ടിലേക്ക് ഒരു തുള്ളി പാല് പോലും കൊടുക്കാൻ കഴിയാതെ വിങ്ങുന്ന നെഞ്ചുമായി ആ നെഞ്ചിന്റെ വിങ്ങൽ ഒഴിവാക്കാൻ തന്റെ മകന്റെ കൊടുക്കേണ്ട ഭക്ഷണം
പുറത്തേക്ക് ചീറ്റിക്കളയാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുന്ന ഒരു ഉമ്മ, ആ ഉമ്മ അനുഭവിക്കുന്ന വേദനയുടെ ആഴം അത് അളക്കാൻ ഈ ലോകത്ത് എന്ത് അളവുകോലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുള്ളത്? നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഇതൊക്കെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞത്, അപ്പുറത്തെ കട്ടിലിൽ പച്ച വിരിപ്പില് ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ അസ്ഥിരൂപം. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്ത് ബയോളജിയുടെ ലാബില് ഒരു വലിയ ചില്ലുകൂടാരത്തിന്റെ ഉള്ളില് കമ്പിയിൽ തൂക്കിയിട്ട ഒരു മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു അസ്ഥിയായ മനുഷ്യൻ, അയാളുടെ വാരിയെല്ലുകൾ നമുക്ക് പുറത്തു നിന്ന് എണ്ണിയെടുക്കാം. അയാൾ ആ കട്ടിലിൽ വിരിച്ച പുതപ്പിന്റെ ഉള്ളിൽ ആ ശരീരം കാണാനില്ലാത്ത വിധം അയാൾ അത്രമേൽ മെലിഞ്ഞിട്ടുണ്ട്. അയാളുടെ കണ്ണുകൾ പേടി കൊണ്ട് പുറത്തേക്ക് തള്ളി വരുന്നുണ്ട്. മുഖമൊക്കെ എല്ലുകൾ മാത്രമായി മാറിയിട്ടുണ്ട്. ഞാൻ അയാൾ ഇങ്ങനെ നോക്കി. അദ്ദേഹത്തിന് ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല. ശ്വാസം വലിച്ചുകൊണ്ട് അദ്ദേഹം ആഞ്ഞു വലിക്കുമ്പോ അയാളുടെ ശരീരം കട്ടിലിൽ നിന്ന് ഇങ്ങോട്ട് ഉയർന്നു വരുന്നുണ്ട്. റാട്ട പോലെ മടമ്പും കാലും ഈ തലമണ്ടയും മാത്രം കട്ടിലിൽ തട്ടി അയാൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുക, ഒരിത്തിരി ശ്വാസത്തിനു വേണ്ടി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ ഏതാണ് ഈ ശ്വാസം? അയാൾ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ശ്വാസം ലോകത്തിലെ അപൂർവമായ ശ്വാസമൊന്നുമല്ല. ഞാനും നിങ്ങളും നിർബോധം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ എമ്പാടും നിറഞ്ഞു നിൽക്കുന്ന നയാ പൈസ കൊടുക്കാതെ സൗജന്യമായി കിട്ടുന്ന, ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റാത്ത ആ ശ്വാസം തന്നെയാണ് അയാൾക്കും വേണ്ടത്. നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഒരു ചെലവില്ലല്ലോ. പക്ഷേ ഇതേ ശ്വാസം ആ മനുഷ്യന്റെ ശ്വാസകോശത്തിലേക്ക് കേറാത്തത് കൊണ്ട് ഒരിത്തിരി ശ്വാസത്തിന് വേണ്ടി അയാൾ ആഞ്ഞു വലിക്കുകയാണ്. ആ ശ്വാസം കിട്ടാതെ വരുമ്പോ അയാളുടെ കണ്ണുകൾ ജീവന്റെ പേടി കൊണ്ട് പുറത്തേക്ക് തുറിച്ച് അയാൾ അട്ടഹസിക്കുകയാണ്. അപ്പൊ ഡോക്ടർമാർ വന്നിട്ട് അയാളുടെ മുഖത്തേക്ക് ചില സാധനങ്ങൾ വെച്ചു കൊടുത്ത് നേർക്ക് നേരെ ശ്വാസകോശത്തിലേക്ക് ഈ വായു പ്രവേശിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. നമുക്ക് തോന്നും ശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ അത്ര വലിയ കാര്യ, അതിപ്പോ എല്ലായിടത്തും ഉള്ളതല്ലേ. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ശ്വാസം നമ്മളൊക്കെ ചിലപ്പോ പണ്ട് കുട്ടികളായിരുന്ന കാലത്തെ ബലൂൺ വാങ്ങാറുണ്ട് കടയിൽ പോയിട്ട്. അപ്പൊ ചിലപ്പോ കാണാൻ കട്ടിയുള്ള ബലൂൺ കിട്ടും. ആ ബലൂണിന്റെ പ്രത്യേകത, അത് എങ്ങനെ ഊതിയാലും വീർക്കൂല. ഊതി 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 നമ്മുടെ കവിളൊക്കെ വേദനിച്ച് വീർക്കാത്ത ബലൂണുമായിട്ട് വീട്ടിന്റെ അടുക്കളയിലേക്ക് ഉമ്മയെ തേടിപ്പോയ ആൾക്കാരെ ചിലരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാവും. ആ ബലൂൺ കെട്ട് വീർത്താലല്ലേ നമ്മൾ ഊതുന്ന വായു അതിന്റെ ഉള്ളിലേക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ശ്വാസം ആഞ്ഞു വലിക്കുമ്പോഴേ ആ ശ്വാസം സ്വീകരിക്കപ്പെടേണ്ട നമ്മുടെ ശ്വാസകോശം ഒന്ന് വികസിക്കണം. അത് വികസിക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്ര വലിച്ചാലും ശ്വാസം ഉള്ളിലേക്ക് കേറൂല. ഇനി അഥവാ വികസിച്ച ശ്വാസകോശം ഉണ്ടല്ലോ, അത് സ്വയം ചുരുങ്ങിയിട്ടില്ലെങ്കിൽ ഉള്ളിലേക്കുള്ള വായു അത് പുറത്തേക്ക് വരൂല. അത് പുറത്തേക്ക് വരാതിരുന്നാൽ അതിന്റെ അർത്ഥം നമ്മൾ മരിച്ചു എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഉള്ളിലേക്ക് വലിക്കുന്ന ഓരോ ശ്വാസവും, ഞാൻ ഈ ഉള്ളിലേക്ക് വലിക്കുന്ന ശ്വാസം അത് പുറത്തേക്ക് വരുമെന്ന് ഉറപ്പിച്ചു പറയാൻ ധൈര്യമുള്ള ഒരു മനുഷ്യനും ഇല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കണേ. എവിടെയാണ് അവസാനിക്കുക എന്നറിയാത്ത, എപ്പോഴാണ് അവസാനിക്കുക എന്നറിയാത്ത, തീർത്തും അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഒന്ന് താഴേക്ക് ഇറങ്ങേണ്ടതുണ്ട്. നമ്മുടെ കഴിവുകളെ കുറിച്ചും നമ്മുടെ അവസ്ഥകളെ കുറിച്ചും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചും നമുക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിലൊക്കെ പലജാതി കാര്യങ്ങളാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇൻഷാ അല്ലാഹ് ഈ പ്രഭാഷണത്തിന് ശേഷം നമുക്ക് ജമാഅത്തായിട്ട് നമസ്കാരം നിർവഹിക്കാം എന്നാണ് ഭാരവാഹികൾ അറിയിച്ചത്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മുടെ ഭാഗത്തുണ്ടാവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, ഈ ലോകത്ത് വെച്ച് ഒരടിമക്ക്, ഒരു മനുഷ്യന് തന്റെ സൃഷ്ടാവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ആരാധനാ കർമ്മം ഏതാണ്? നമ്മളൊക്കെ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോ നമുക്കൊരു ചോദ്യം പ്രസക്തമാണ്. അള്ളാഹുവിന് നാം ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനാ കർമ്മം ഏതാണ്? അഹബ്ബ്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും കുട്ടികളും മുതിർന്നവരൊക്കെ കേൾക്കണം. അസ്വലാത്തു ഫീ അവ്വലി വഖ്തിഹാ, സമയത്തിന്റെ ആദ്യത്തിൽ നിർവഹിക്കുന്ന നിസ്കാരമാണ്. ഒരു ബാങ്ക് വിളിച്ചാൽ ആ ബാങ്കിന് ശേഷം
ആ പള്ളിയിൽ നിർവഹിക്കപ്പെടുന്ന ഒന്നാമത്തെ ജമാഅത്ത് നമസ്കാരം, അതിൽ പങ്കെടുത്ത് നിസ്കരിക്കുക എന്നതാണ് ഒരു മനുഷ്യന് അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനാ കർമ്മം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രണ്ടാമത് എന്താണ് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ മറുപടി പറഞ്ഞത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ് എന്നാണ്. പിന്നെ ഏതാണ് എന്ന് മൂന്നാമത് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലെ ജിഹാദാണ്. ഇത് മൂന്നും പറയുമ്പോഴാണ് ഒന്നാമത്തേതിന്റെ വലിപ്പത്തെ പറ്റി നമുക്ക് ബോധ്യമാവാം. അതുകൊണ്ട് എല്ലാവരും, മുതിർന്നവരും, നമസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ അലംഭാവം ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ തലയിൽ മടി വെച്ച്, ആയിഷ ബീവിയുടെ മടിയിൽ തന്റെ തല ചേർത്ത് വെച്ച് പ്രവാചകൻ അങ്ങനെ അസ്വസ്ഥമായി അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ച് വലിയ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ പതുക്കെ പറയുന്നുണ്ട് എന്ന് ആയിഷ ബീവിക്ക് തോന്നി. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ചെവികൾ പ്രവാചകന്റെ ചുണ്ടിനോട് ചേർത്ത് വെച്ചു. എന്താണ് റസൂല് അവസാനമായി പറയുന്നത് എനിക്കറിയോ? നമ്മുടെ മാതാപിതാക്കൾ സ്നേഹിച്ചതിനേക്കാൾ നമ്മളെ സ്നേഹിച്ച ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അവസാന സമയത്തും നമ്മളെ കുറിച്ച് ആകുലപ്പെട്ടത് എന്തിനെ പറ്റിയാണെന്നറിയോ? അസ്വലാത്ത്, അസ്വലാത്ത് ഉമ്മത്തി, അസ്വലാത്ത്, എന്റെ സമൂഹമേ നമസ്കാരത്തിന്റെ കാര്യം കേട്ടോ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കരുത് കേട്ടോ എന്ന് അവസാനമായി നമ്മളെ ഉണർത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് യാത്ര ചോദിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഈ സാധാരണക്കാരായ ചെറുപ്പക്കാര്, ഇത്തിരി മുതിർന്ന ആളുകള്, കുട്ടികള്, അവരൊക്കെ ചിലപ്പോ നമ്മൾ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുമ്പോ അവര് പറയാറുണ്ട് ചില തെറ്റുകളൊക്കെ ജീവിതത്തിൽ ഉണ്ട്, അത് തെറ്റാണെന്ന് അറിയാം, അത് മോശമാണെന്ന് അറിയാം, അതുകൊണ്ട് വലിയ അപകടങ്ങൾ വരാനിരിക്കുന്നുണ്ടെന്ന് അറിയാം, എന്നിരുന്നാലും അതങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും ഉപേക്ഷിക്കണമെന്ന് തോന്നിയിട്ടും അതങ്ങോട്ട് ഒഴിവായി പോകുന്നില്ല. ചിലപ്പോ 1-2 മാസമൊക്കെ പിടിച്ചു നിന്നാലും പിന്നീട് അറിയാതെ അതിലേക്ക് തന്നെ മടങ്ങി പോവാണ്. എങ്ങനെയാണ് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുക എന്ന് ചിലരൊക്കെ ആത്മാർത്ഥമായിട്ട് ചോദിക്കാറ്. പ്രത്യേകിച്ചും നമ്മുടെ പുതിയ ജനറേഷനിലെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവര് കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്തവരാ. അപ്പൊ അവരോടൊക്കെ ചില കുറ്റകൃത്യങ്ങളോ ചില വേണ്ടാത്തരങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അവരോട് സംസാരിക്കുമ്പോ അവര് സങ്കടപ്പെട്ട് കണ്ണു നിറച്ച് പറയാറുണ്ട് തെറ്റാണെന്നറിയാം. ഉമ്മാനോട് ദേഷ്യപ്പെടുന്ന മക്കള്, അല്ലെങ്കിൽ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കള്, അല്ലെങ്കിൽ ചില പ്രണയത്തിന്റെ അത്തരം വേണ്ടാത്ത വലകളിൽ കുടുങ്ങിപ്പോകുന്ന മക്കള്, അല്ലെങ്കിൽ പുകവലിയുടെ അല്ലെങ്കിൽ ഈ ലഹരിയുടെ ഒക്കെ കെണിയിലേക്ക് പോകുന്ന മക്കള്, അവരോടൊക്കെ ആത്മാർത്ഥമായി സംസാരിക്കുമ്പോഴാണ് ഉമ്മാനോടൊക്കെ ദേഷ്യപ്പെടുന്നത് തെറ്റാന്ന് എനിക്കറിയില്ലേ, നിന്നെ കൊണ്ട് നിന്റെ ഉമ്മ എത്രകാലം കണ്ണീര് കുടിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ ഈ കുട്ടികൾ കണ്ണ് നിറച്ചുകൊണ്ട് പറയും ഉസ്താദെ തെറ്റാന്നറിയാം. പലപ്പോഴും ഒറ്റക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഉമ്മാനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ പിന്നെയും അങ്ങനെ അങ്ങോട്ട് ആയി പോവാണ്, എനിക്ക് പറ്റുന്നില്ല വിട്ടു നിൽക്കാൻ. അത് പ്രണയമാവട്ടെ, അത് ലഹരിയാവട്ടെ, എന്താവട്ടെ, അത് കുട്ടികൾക്ക് മാത്രമല്ല ചെറുപ്പക്കാരിലും പ്രായമുള്ളവരിലും ഒക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. ഒരു പരിഹാരം ഞാൻ പറഞ്ഞിരുന്നേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോ നമുക്ക് പറഞ്ഞു തന്ന മനോഹരമായ ഒരു വാക്കുണ്ട്, ഇന്ന സ്വലാത്ത, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്ന സ്വലാത്ത, തീർച്ചയായും നമസ്കാരം, തൻഹാ, അത് നിന്നെ തടഞ്ഞു നിർത്തും. എന്തിൽ നിന്ന്? വെറുക്കപ്പെട്ടതും മോശപ്പെട്ടതുമായ വൃത്തികെട്ടതുമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നമസ്കാരം നിന്നെ തടഞ്ഞു നിർത്തും എന്ന് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഞാൻ അത് പറയുമ്പോ എന്റെ മുമ്പിലുള്ള ചില ആൾക്കാർക്ക് തോന്നിയേക്കും ഞാൻ നിസ്കരിക്കാറുണ്ടല്ലോ, നിസ്കാരം കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ മുമ്പിൽ ഇരിക്കുന്ന മൊബൈലില് വാട്സാപ്പിലോ ഇൻസ്റ്റയിലോ നോക്കിയിട്ട് പിന്നെ നേരെ പോകുന്നത് വേണ്ടാത്തരങ്ങളിലേക്കാണല്ലോ. അപ്പൊ നമസ്കാരം തെറ്റുകളിൽ നിന്ന് തടഞ്ഞു നിർത്തുമെന്ന് പറഞ്ഞിട്ട് എന്റെ നിസ്കാരം എന്താ തെറ്റുകളിൽ നിന്ന് തടഞ്ഞു നിർത്താത്തത് എന്ന് ചോദിക്കുന്ന ചിലരെങ്കിലും കൂട്ടത്തിൽ ഉണ്ടാവാം. അവർ ചിലപ്പോ സംശയിക്കാറുണ്ട്, പടച്ചോന് തെറ്റുപറ്റിയോ, പ്രവാചകന് തെറ്റുപറ്റിയോ.
പടച്ചോനോ പ്രവാചകനോ തെറ്റിയിട്ടില്ല, അവർക്ക് തെറ്റൂല. തെറ്റുന്നത് നമുക്കാണ്. നമ്മുടെ ചില കാട്ടിക്കൂട്ടലുകൾ, ആത്മാർത്ഥമില്ലാത്ത നമസ്കാരങ്ങൾ, തെഖ്വയില്ലാത്ത നമസ്കാരങ്ങൾ, ഖുശൂഇല്ലാത്ത നമസ്കാരങ്ങൾ, ഭക്തിയില്ലാത്ത നിസ്കാരങ്ങൾ, ഇത് വെറും കാട്ടിക്കൂട്ടലാകുമ്പോഴേ ആ നമസ്കാരം കൊണ്ട് കിട്ടേണ്ട ഫലം ഇവിടെ തന്നെ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ പരലോകത്ത് കിട്ടൂല എന്ന് ഉറപ്പല്ലേ? ഒരു മരുന്ന് ഒരു രോഗിക്ക് കുത്തിവെക്കണം. സിസ്റ്റർ വന്ന് മരുന്നൊക്കെ കുത്തിവെക്കുന്നുണ്ട്, ആ രോഗം മാറുന്നില്ല എങ്കിൽ എന്താ മനസ്സിലാക്കേണ്ട അറിയോ? ആ കുത്തിവെക്കുന്ന മരുന്നിന് എന്തോ തകരാറുണ്ടതാ. അത് ചിലപ്പോ പച്ചവെള്ളയിക്കാരം, ചിലപ്പം ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിയുടെ മരുന്നായിരിക്കും, അതുകൊണ്ടല്ലേ രോഗം മാറാത്തത്. അതുപോലെ നമ്മുടെ നമസ്കാരങ്ങൾ ചീത്തയായ ഒരു ജീവിതത്തിൽ നിന്ന്, തോന്നിയാസം പറയുന്നതിൽ നിന്ന്, പലിശ വാങ്ങുന്നതിൽ നിന്ന്, കൈക്കൂലി കൊടുക്കുന്നതിൽ നിന്ന്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിൽ നിന്ന്, മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നതിൽ നിന്ന് നമ്മുടെ നമസ്കാരം നമ്മളെ തടയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ നമസ്കാരങ്ങൾ വെറുതെയാണ്. അതുകൊണ്ട് കിട്ടേണ്ട പ്രധാനപ്പെട്ട 2 ഗുണങ്ങൾ, ഒന്ന് ദുന്യാവിൽ കിട്ടേണ്ട ഗുണമാണ്, ഒന്ന് പരലോകത്ത് കിട്ടേണ്ട നരകമോചനമാണ്. ദുന്യാവിൽ നിന്ന് കിട്ടേണ്ട ഗുണം നമ്മുടെ നമസ്കാരത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, പരലോകത്ത് ഗുണം പ്രതീക്ഷിക്കാൻ നമ്മുടെ നമസ്കാരങ്ങൾക്ക് നിർവാഹമില്ല, അതിനെന്തോ തകരാറുണ്ട്. അതുകൊണ്ട് തെറ്റുകൾ മനസ്സിലാക്കി, കുറവുകൾ മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ നിസ്കരിക്കാൻ, റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാൻ നമ്മൾ മനസ്സറിഞ്ഞ് ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് സാധിച്ചാൽ, ഒരു നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നും ഞാനും അള്ളാഹുവും തമ്മിലുള്ള സംസാരത്തിലാണ് എന്നുമുള്ള ബോധ്യത്തോടുകൂടി ആ റബ്ബിന്റെ മുമ്പിൽ നെറ്റിവെച്ച് തന്റെ സങ്കടങ്ങൾ പറഞ്ഞ് നിസ്കരിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ നമസ്കാരം അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. നമ്മളെയൊക്കെ സംബന്ധിച്ച് പ്രശ്നം തരകളും അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കിട്ടിയാലേ മനസ്സ് പിന്നെ വേറെ ഏതോ അപ്പട് ബസ് ചെയ്തി കോഴിക്കോട് പോയി ഹൈലൈറ്റ് മാള് ബീച്ച് ഒക്കെ പാടെ കറങ്ങിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ തിരിച്ചു വരുന്ന പല നിസ്കാരം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി പറഞ്ഞേ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വേഷത്തിലേക്കോ ശരീരത്തിലേക്കോ അതിന്റെ സൗന്ദര്യോ അതിന്റെ വെളുപ്പോ 6 പാക്കോ ഇതൊന്നും അല്ലാഹു നോക്കുന്നില്ല. നമ്മളൊരു ആരാധന ചെയ്യുമ്പോ അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മഗ്‌രിബ് നിസ്കരിച്ച് ഇറങ്ങിയത് നമ്മള് ആ മഗ്‌രിബ് നിസ്കാരത്തിൽ തക്ബീർ കെട്ടിയത് മുതൽ സലാം വീട്ടുന്നത് വരെ അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ എത്ര ആളുകളുടെ ഹൃദയത്തിലാണ് നിസ്കാരം ഉണ്ടാവുക? ഞാൻ നിസ്കാരത്തിലാണ്, ഞാൻ അള്ളാഹിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ ഓരോ കാര്യങ്ങളും അള്ളാഹിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി സലാം വീട്ടുന്നത് വരെ ആ നമസ്കാരത്തിൽ നിൽക്കാൻ. ഞാനൊക്കെ നിങ്ങൾ എന്നോടൊന്നും പറയണ്ട, നിങ്ങളോട് പറഞ്ഞു നോക്കി. ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചപ്പോ അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോ എന്തൊക്കെയാണ് അവിടെ കണ്ടത്? മക്കളുടെ കല്യാണ പന്തലോ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെയുള്ള ബീച്ചോ, അല്ലെങ്കിൽ കച്ചോടോ, അല്ലെങ്കിൽ എന്തോ ഇക്കാരം നമ്മുടെ ഹൃദയത്തിന്റെ ഇന്ന് അള്ളാഹുവിന് കാണാൻ പറ്റിയിട്ടുണ്ടാവുക അല്ലെ? അതുകൊണ്ട് ആത്മാർത്ഥമായി നിസ്കരിക്കുക, ഭക്തിയോടുകൂടി നിസ്കരിക്കുക, വിട്ടുകളയാതെ. നിസ്കാരം എന്ന് പറഞ്ഞത് അതിന്റെ ഈ ചില മരുന്നുകൾ ഉണ്ടല്ലോ, അത് ഒരു 10 കൊല്ലം കുടിക്കണം അല്ലെങ്കിൽ 2 കൊല്ലം കുടിക്കണം എന്ന് പറഞ്ഞാല് ഒരു ദിവസം പോലും വിട്ടുപോകാതെ കുടിക്കണം. ഒരു ദിവസം വിട്ടുപോയാല് ഇടുത്തേടത്തോളം പണി വെറുതെയാവും. നിസ്കാരം അങ്ങനെ തന്നെയാ. നിസ്കാരത്തെ പറ്റി പറഞ്ഞിടത്ത് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നിസ്കരിക്കണമെന്നല്ല, നിസ്കാരം നിലനിർത്തണമെന്നാണ്. അഖീമുസ്സലാത്ത്, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. എന്നാ നിസ്കാരം നിലനിർത്തുക പറഞ്ഞാല് ഏത് രൂപത്തിലാണ്, ഏത് കോലത്തിലാണ്, എത്രയാണ്, എപ്പോഴാണ്, എത്ര റക്അത്താണ്, എന്തൊക്കെ ചെയ്യണം, അതിന്റെ മര്യാദകളൊക്കെ പാലിച്ച് കൃത്യമായിട്ട് ഒരാൾ നിസ്കരിക്കുമ്പോഴാണ്
അവൻ നമസ്കാരം നിലനിർത്തിയവനാവുക. അവനാണ് ഈ പറഞ്ഞ ഗുണം. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ അശ്രദ്ധ സമൂഹത്തിൽ കാണുന്നുണ്ട്. വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാൻ നമ്മുടെ പ്രായപൂർത്തിയായ മക്കൾ ഒരുക്കമാകുന്നില്ല എന്നത് സങ്കടകരമായ വസ്തുതയാണ്. കുട്ടി ഉച്ചക്ക് ചോറ് തിന്നത് എവിടെ നിന്നാണ് എന്ന് അവൻ വൈകുന്നേരം വരുമ്പോ ഉമ്മ ചോദിക്കാറുണ്ട്. മോനെ, ഇന്ന് എവിടുന്ന ഊണ് കഴിച്ച്, ഇന്ന് ഉച്ചക്ക് എന്താ ഭക്ഷണം കഴിച്ച്, ഇന്ന് ഹോട്ടലിൽ നിന്നാ കഴിച്ച്, ബിരിയാണിയാണോ മന്തിയാണോ അല്ലെങ്കിൽ കൂട്ടുകാരന്റെ കൂടെയാണോ എന്ന് ചോദിക്കും ഉമ്മമാരൊക്കെ. പക്ഷേ വൈകുന്നേരം സ്കൂള് വിട്ട് വീട്ടിലേക്ക് വരുന്ന മക്കളോട്, മക്കളെ നിങ്ങൾ ഇന്ന് ളുഹ്ർ നിസ്കരിച്ചോ അസർ നിസ്കരിച്ചോ എന്ന് ചോദിക്കാനുള്ള ഒരു മിനിമം തന്റേടമെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ കാണിക്കുന്നില്ല എന്നത് ഏറെ സങ്കടകരമാണ്. പല സ്ഥലത്തും ഇത്തരം സംസാരങ്ങൾക്ക് വേണ്ടി പോകുമ്പോ അവിടുത്തെ ആളുകൾ കാതിൽ പറയുന്ന ഒരു സ്വകാര്യമുണ്ട്. എന്തായാലോ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ മോശമായിട്ടുണ്ടോ, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വഴിമാറിപ്പോയിട്ടുണ്ടോ, ഒന്നിനും കിട്ടുന്നില്ല, നിസ്കരിക്കാനൊന്നും പള്ളിയിൽ ഒഴുന്നില്ല, MSM ISM പ്രവർത്തിക്കാൻ ആളെ കിട്ടുന്നില്ല, പെൺകുട്ടികളൊന്നും പണ്ടത്തെ പോലെ കാര്യങ്ങൾക്ക് വേണ്ടി ദഅവത്തിന് വേണ്ടി ഒന്നും കിട്ടുന്നില്ല, ഒക്കെ പല കോലത്തില, കല്യാണങ്ങളൊന്നും കാണാൻ വയ്യ, അങ്ങനെ കോലം മാറിയിട്ടുണ്ട് എന്നൊക്കെ ചില പ്രായമായവര് ആത്മാർത്ഥമായി സങ്കടപ്പെടാറുണ്ട്. ഞാൻ അപ്പോ അത്തരം സംസാരങ്ങളിലൊക്കെ പറയാറുണ്ട്, നമ്മുടെ കുട്ടികൾ പാവങ്ങളാണ്, നമ്മുടെ കുട്ടികൾ പാവങ്ങളാണ്. അവര് ജീവിച്ചു വരുന്ന ലോകം എത്രമാത്രം അപകടകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ റോഡ് നോക്കുന്ന റോഡ്, ആ റോഡ് നിറയെ ചവിട്ടിയാൽ വഴിക്ക് വീഴുന്ന നല്ല കൊഴുപ്പുള്ള ഒരു ദ്രാവകം ആ റോഡ് നിറയെ നിറഞ്ഞു കിടക്കുക. ആ റോഡിലൂടെ നമ്മുടെ കുട്ടികൾ നടന്നു പോകുമ്പോ നമ്മൾ പറയും, മക്കളെ വീഴരുതിട്ടോ. പക്ഷെ ആ റോഡിൽ അവർ വീണു പോകും. അത് അവരുടെ കുഴപ്പമല്ല, ആ റോഡിന്റെ പ്രശ്നമാണ്. പെരും മഴ പെയ്യുന്ന ഒരു ഇടത്തേക്ക് നല്ല മഴ പെയ്യുമ്പോ മക്കളെ നമ്മൾ പുറത്തേക്ക് ഇറക്കി വിടുക, മക്കളെ പൊയ്ക്കോളി. എന്നിട്ട് പോണ പോക്കില് മക്കളോട് പറയാ, മക്കളെ മഴ നനയാതെ പോണം കേട്ടോ എന്ന് പറയുന്നത് പോലെയാണ് വർത്തമാനകാലത്ത് മാതാപിതാക്കളുടെ അവസ്ഥ. മക്കളെ സൂക്ഷിക്കണം കേട്ടോ, മക്കളെ അങ്ങനെ എങ്ങനെ എങ്ങനെ സങ്കടങ്ങളും. നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്ന ലോകത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഏതൊരു തെറ്റിനും ഒരു തടസ്സവുമില്ലാത്ത, ഒരു തെറ്റും എവിടെ വെച്ചും എപ്പോഴും എങ്ങനെയും ഏത് വിധേനയും ചെയ്യാൻ പറ്റുന്ന, ലജ്ജയില്ലാത്ത, മടിയില്ലാത്ത, തടയാൻ ആളില്ലാത്ത ഒരു വല്ലാത്ത കാലത്താണ് നമ്മുടെ മക്കൾ ജീവിക്കണേ. ആ മക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ തെറ്റുപറ്റാതിരിക്കണമെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വലിയ ഒരു ശ്രദ്ധയുണ്ട്. ആ ശ്രദ്ധയുടെ ഒന്നാമത്തെ ഘടകമാണ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കേണ്ട ജാഗ്രത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ്, നമസ്കരിക്കാത്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സത്യവിശ്വാസികളുടെയും സത്യവിശ്വാസികൾ അല്ലാത്തവരുടെയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അസ്വലാത്ത്, നമസ്കാരമാണ്. വമൻ തറക്കഹ, ആര് നമസ്കാരം ഉപേക്ഷിച്ചോ വഖദ് കഫറ, അവൻ കാഫിറായി. കാഫിറാകാൻ വേറെ മതത്തിൽ ജനിക്കൊന്നും വേണ്ട, കാഫിറാകാൻ വേറെ പേര് സ്വീകരിക്കൊന്നും വേണ്ട, നിസ്കരിക്കാതിരുന്നാ മതി, അവൻ കാഫിറായി. കാഫിറിന്റെ സങ്കേതം നരകമാണ്. നരകത്ത് കിടക്കുന്ന ആൾക്കാരും സ്വർഗത്ത് കിടക്കുന്ന ആൾക്കാരും ഇടക്കിടക്ക് ഇങ്ങനെ കാണുന്ന, സ്വർഗത്തിലും നരകത്തിലുള്ള ആൾക്കാരെ ഇടക്കിടക്ക് ഇങ്ങനെ കാണും അത്രേ. അപ്പൊ പരിചയക്കാര്, നാട്ടുകാര്, കുടുംബക്കാര്, ഒരേപോലെ ജീവിച്ച ആൾക്കാര് കുറെ നരകത്തിലും കുറെ സ്വർഗത്തിലും. അപ്പോ ഈ സ്വർഗത്തിലുള്ള ആളുകള് നരകത്തിലുള്ള ആളുകളോട് ചോദിക്കും അത്രേ, മാ സലക്കക്കും ഫീ സഖർ, അല്ല നിങ്ങൾ എങ്ങനെ നരകത്തിലെത്തിയത്? നമ്മളൊക്കെ ഒന്നിച്ച് ഒരു മഹല്ലിൽ ഒരു മദ്രസയിൽ അങ്ങനെ ഒന്നായിട്ടൊക്കെ ജീവിച്ച് പഠിച്ച ആൾക്കാരല്ലേ, പിന്നെ നിങ്ങൾ എങ്ങനെയാ നരകത്തിലെത്തിയത്? അപ്പൊ ഒരാളെ നരകത്തിൽ പറഞ്ഞേക്കുമ്പോഴേ അല്ലാഹു തആല അവന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കും, ഓൻ എന്തുകൊണ്ടാ നരകത്തിലെത്തിയേ. നരകത്തിലെത്തിയ ഒരാൾക്കും സംശയം ഉണ്ടാവില്ല, ഞാൻ എന്തുകൊണ്ടാ നരകത്തിലെത്തിയേ. ആ കോലത്തിലെ അള്ളാന്റെ വിചാരണ. അപ്പൊ ഈ നരകവാസികൾ പറയത്രേ, അവർ നരകത്തിൽ പോവാനുള്ള കാരണം പറയാട്ടോ. ഖാലു, ആ നരകവാസികൾ പറയും, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ ഭൂമിയിൽ നമസ്കരിച്ചിട്ടില്ലായിരുന്നു, ഞങ്ങൾ നമസ്കരിക്കാറില്ലായിരുന്നു, നമസ്കരിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ നരകത്തിലെത്തിയത് എന്നാണ് അവരുടെ ഒന്നാമത്തെ മറുപടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നമസ്കാരത്തിനോട് ഒരു നിലക്കും മടിയുണ്ടാവരുത്. നമ്മുടെ വീട്ടിൽ നമസ്കരിക്കാത്ത ഒരാളും ഉണ്ടാവരുത്. വിശുദ്ധമായ ഹറമിൽ ഞാനൊരു ഖുതുബ കേട്ടുകൊണ്ടിരിക്കെ ഒരു ഖുതുബയുടെ വിഷയം നമസ്കാരമായിരുന്നു. ആ ഖുതുബയിൽ ഇമാം പറഞ്ഞ ഒരു വാചകം എന്റെ നെഞ്ചിൽ ഞാൻ അങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നമസ്കരിക്കാത്ത ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങൾ അയാൾക്ക് നേരാനേരം ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, അയാളെ പരിചരിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നാളെ നരകത്തിൽ കത്തിക്കാനുള്ള ഒരു വിറക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വെള്ളവും വളവും കൊടുത്ത് വളർത്തി ഉണ്ടാക്കുന്നുണ്ട് എന്നാണ്. നരകത്തിലെ ഇന്ധനം വിറകാന്ന് വിചാരിക്കുക. ആ നരകത്തെ കത്തിക്കാനുള്ള ഒരു വിറക് നമ്മുടെ വീടിന്റെ മുറ്റത്ത് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് നമ്മളങ്ങനെ വളർത്തിണ്ടാക്കുക. ഇതെന്തിനാണ് ഈ മരം? ഒന്നുമില്ല, ഞാന് നരകത്തേക്ക് നീർച്ചാക്കിയതാ, നാളെ നരകത്തിൽ കത്താനുള്ള ഒരു വിറകിന്റെ കൂട്ടത്തേക്ക് ഇന്റെ വക നീർച്ചയാണ് ഈ മരം എന്ന് പറയുന്നത് പോലെയാണ് നമസ്കരിക്കാത്ത ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നമസ്കാരത്തെ കുറിച്ച് പറയാതെ അദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി ണം, നാളെ നരകത്തിന് കത്താനുള്ള ഒരു വിറകാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത്രയും ഗൗരവമുള്ള കാര്യം നിസ്കാരം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മക്കളെയോടൊക്കെ നിർബന്ധമായിട്ടില്ലേ, 7 വയസ്സായാൽ നിസ്കരിക്കാൻ 7 വയസ്സായ ഒരു കുട്ടിക്ക് നിസ്കാരം നിർബന്ധമില്ല, കാരണം അവന് പ്രായപൂർത്തിയായിട്ടില്ല. പക്ഷേ 7 വയസ്സുള്ള ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവനെ കൊണ്ട് നിസ്കരിപ്പിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധം. എന്റെ വീട്ടില് 7, 8, 9 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവൻ സുബൈക്ക് കിടന്നുറങ്ങുമ്പോ ഞാൻ എണീറ്റ് നിസ്കരിച്ച് ചായ ഉണ്ടാക്കാൻ അടുക്കളയിക്കോ ചായ കുടിക്കാൻ അങ്ങാടിയിലെ കടയിലേക്കോ പോകുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലുള്ള കുട്ടി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഓന് കുറ്റല്ല, ഓൻ ചെറിയ കുട്ടിയാ. പക്ഷെ അവനെ കൊണ്ട് നിസ്കരിപ്പിക്കാത്തതിന്റെ കുറ്റം എനിക്കുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, ആ കൽപ്പന ധിക്കരിച്ചാൽ അത് കുറ്റകരമാണ്. എന്താണ് ആ കൽപ്പന? നിങ്ങളുടെ മക്കൾക്ക് 7 വയസ്സായാൽ അവരോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. ഇനിയോ 10 വയസ്സായിട്ടും അവൻ നിസ്കരിക്കുന്നില്ലെങ്കിലോ അവരെ നിങ്ങൾ അടിക്കണം. അല്ലെ, മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അടിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അടിക്കണമെന്ന് ഇസ്ലാം മതം കുട്ടികളുടെ വിഷയത്തിൽ പറഞ്ഞത് നമസ്കാരത്തിന്റെ കാര്യത്തിലാണ്. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 3 കൊല്ലം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, എടാ നിസ്കരിച്ചോ, എടി നിസ്കരിച്ചോ, എടാ നിസ്കരിച്ചോ, എടി നിസ്കരിച്ചോ. ഹോമിയോപ്പതിന്റെ മരുന്ന് കൊടുക്കണ പോലെ ഇടക്കിടക്ക് പറയണം ഓരോ നിസ്കാരത്തെ പറ്റി. ചില ഉമ്മാര് പറയും, ഞാൻ കുറെയൊക്കെ പറഞ്ഞ് മടുത്ത് ഞാൻ നിർത്തി, ഇനി ഒരു വേണമെങ്കിൽ നിസ്കരിച്ചോട്ടെ, മനുഷ്യന്റെ നാവിനൊരു ഉറുപ്പൊക്കെ അല്ലേ, ഞാൻ പറഞ്ഞു നിർത്തി. പ്രിയപ്പെട്ട അമ്മമാരെ, നിർത്താൻ പാടില്ല. 10 വയസ്സ് വരെ പറഞ്ഞുകൊണ്ട് കിടന്ന നിസ്കരിച്ചോ, 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 നിസ്കരിച്ചു വാ, എന്നിട്ട് ചായ കുടിക്കാം, നിസ്കരിച്ചു വാ, എന്നിട്ട് ചോറുന്ന. നിസ്കാരം അവരുടെ ജീവിതത്തിൽ അങ്ങോട്ട് നിർബന്ധാക്കണം. 10 വയസ്സായിട്ടും 10 വയസ്സാവുമ്പോ നമ്മളിങ്ങനെ നോക്കുക, ടിവിന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടി പള്ളിക്കെന്ന് ബാങ്ക് കേൾക്കുമ്പോ വല്ല മാറ്റം ഉണ്ടോ? എണീക്കണമെന്നോ, നിസ്കരിക്കണമെന്നോ, ഒതുണ്ടാക്കണമെന്നോ, പള്ളിയിൽ പോകണമെന്നോ വല്ല തോന്നലും ഓനുണ്ടോ? ഇല്ല. അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിലേ നല്ല ചുള്ളലെടുത്തിട്ട് നല്ല അടി കൊടുക്കുക, വടി കൊണ്ട് പോയി നിസ്കരിക്കുക എന്ന് പറയാം. 10 വയസ്സായിട്ടും തങ്ങളുടെ മക്കൾ നമസ്കരിക്കാത്തതിന്റെ പേരിൽ ഏതെങ്കിലും മക്കളെ മാതാപിതാക്കൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ അടി അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് കൂലി കിട്ടുന്ന അടിയാണ്. അടിച്ചിട്ടില്ലെങ്കിൽ, നിസ്കരിക്കാത്ത കുട്ടികൾ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ നിസ്കരിപ്പിക്കുന്നില്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമായിരിക്കും ആ മക്കൾ എന്നത് മറക്കരുത്. സ്കൂളിലൊക്കെ പോകുമ്പോ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടോ നോക്കണം. സ്കൂളിന്റെ അടുത്തൊക്കെ അതിന് സൗകര്യം ഉണ്ടാവണം. അല്ലെങ്കിൽ സ്കൂളിലൊക്കെ സംസാരിച്ചിട്ട് നിസ്കരിക്കാനുള്ള ഒരു ഇടം സ്കൂളിൽ കിട്ടുമോ നോക്കണം. ഒരു നിവൃത്തി ഇല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ട് ളുഹറും അസറും ജമ്മോ കസറും ഒക്കെ ആക്കിയിട്ട് നിസ്കരിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ നിർബന്ധിക്കണം. എന്തു വന്നാലും നമസ്കാരം വെള്ളിയാഴ്ച പോലെ. ഞാനൊക്കെ എത്രയോ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനമുള്ള ഒരു നഗരത്തിലെ പള്ളിയിലാണ് ഞാനൊക്കെ ഖുതുബ പറയുന്നത്. പക്ഷെ ഞാനൊക്കെ വെള്ളിയാഴ്ച നോക്കാറുണ്ട്. ഒരു 10ാം ക്ലാസ്സിന്റെ മുകളിലേക്ക് +1 +2 ഒക്കെ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ഒരൊറ്റ കുട്ടികളെ കാണുന്നില്ല പള്ളിയിലൊന്നും. അപ്പൊ ഞാൻ അപ്പുറത്തപ്പുറത്തൊക്കെ വേറെ പള്ളികളുണ്ട്, അവരോട് ചോദിച്ചു. അവിടുത്തെ ഇമാമമാരും പറഞ്ഞു അങ്ങനെ തന്നെയാണ്, കാണുന്നില്ല. എവിടെ കുട്ടികൾ?
വിദ്യാഭ്യാസത്തിന്റെ പേരിലൊക്കെ മക്കളെ പണം കായ്ക്കുന്ന മരങ്ങളാക്കി മാറ്റാൻ വേണ്ടിയാ പല മാതാപിതാക്കളും ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് ജോലി കിട്ടണം, നല്ല വരുമാനം ഉണ്ടാവണം, അതിന് പറ്റിയ വിദ്യാഭ്യാസ സ്ഥാപനമാവണം, അതിന് എത്ര ലക്ഷങ്ങളും മുടക്കാം. പക്ഷെ കുട്ടികളുടെ ധാർമ്മികതയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ ഈ അടുത്ത് ബാംഗ്ലൂരിലേക്ക് ഒരു യാത്ര പോയിരുന്നു. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരാൻ വേണ്ടി രാത്രി ബസ് തേടി വരുമ്പോ അവിടെ ഭക്ഷണം കഴിച്ചിട്ടില്ല. മലയാളികളുടെ ഭക്ഷണം കിട്ടുന്ന ഒരിടത്തേക്ക് എന്നെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി. ആ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് അവിടെ ഇങ്ങനെ കാണുന്ന കുറെ കാഴ്ചകളുണ്ട്. ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ട് ആണും പെണ്ണും കാട്ടിക്കൂട്ടുന്ന, ഒരിക്കലും പച്ചക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകൾ. ഞാൻ എന്റെ കൂടെയുള്ളവർ ചോദിച്ചു, ഇതൊക്കെ ഏതാ നാട്ടുകാര്? എന്നോട് പറഞ്ഞു, ആരോടും പറയണ്ട, നമ്മുടെ നാട്ടുകാർ തന്നെ. ഒന്നും കൂടെ ഒക്കെ നോക്കിയാൽ നമ്മുടെ അയലോക്കക്കാരും വീട്ടുകാരൊക്കെ അതിൽ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങോട്ട് നോക്കണ്ട അല്ലേ? എത്രമാത്രം മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നല്ലോ. ഒരു വാപ്പ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞേ, ഉസ്താദേ, ഒരു വലിയ സങ്കടകരമായ അവസ്ഥ ഉണ്ടായി ഇന്നലെ രാത്രി. എന്റെ മോൻ ഇന്നലെ കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ മദ്രസയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയിട്ട് നമ്മൾ സമ്മാനം കൊടുത്ത് ആദരിച്ച കുട്ടിയാണ്. ഉയർന്ന പഠനത്തിന് വേണ്ടി മറ്റു സംസ്ഥാനത്തിൽ പോയി പഠിക്കുന്ന കുട്ടിയാണ് അവൻ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ വെറുതെ പറയില്ലേ? അപ്പൊ ആ വാപ്പ കണ്ണ് നിറച്ചുകൊണ്ട് എന്നോട് പറഞ്ഞേ, നിന്റെ മോൻ കള്ളു കുടിച്ചു എന്ന് ഒരു ബാപ്പ വെറുതെ പറയും ഉസ്താദെ. ഒന്നര വന്നപ്പോ ആകെ പ്രശ്നമായി. ഓൻ്റെ ഉമ്മ ബോധം കെട്ട് വീണ്, ഇപ്പോഴും ശരിയായിട്ടില്ല, നിങ്ങളൊന്ന് വീട്ടിൽ വരണം. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോ എങ്ങനെയാണ് ആ മകനെ ഫേസ് ചെയ്യാന്ന് ആലോചിച്ച്. കാരണം നമ്മളെപ്പോഴും കാണുന്ന കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. അവനങ്ങനെ വീടിന്റെ തിണ്ണയിലിരിക്കുന്നുണ്ടേ. ഞാൻ അവനെ വിളിച്ചു, മോനെ വാ. ഓന്റെ തോളിലിട്ട് ഞാൻ നടന്നു, കുറെ കാര്യങ്ങൾ സംസാരിച്ചു. കൂട്ടത്തിൽ ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് ഇന്നലെ വീട്ടിലെന്താ ഉണ്ടായത്? പാപ്പ എന്തൊക്കെയോ പറഞ്ഞല്ലോ എന്നോട്. ചോരോട് മടി, ഈ കള്ളു കുടിച്ചോന്ന് ചോദിക്കാൻ മടി ആ മുഖത്ത് നോക്കിയിട്ടേ. അപ്പൊ ആ കുട്ടി ഒരു മടി ഇല്ലാതെ എന്നോട് പറഞ്ഞേ, ഞാൻ കള്ളു കുടിച്ചു എന്നല്ല പാപ്പ പറഞ്ഞേ. അതെ, സത്യമാണ്, ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അവന്റെ കുപ്പായത്തിന്റെ മാറിലിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞേടാ, നീ എന്റെ ബാപ്പായെ കുറിച്ച്, നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ബാപ്പാനെ കുറിച്ച്, നിനക്ക് വേണ്ടി പ്രാർത്ഥനയോടെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന നിന്റെ ഉമ്മാനെ കുറിച്ച് നീ ആലോചിച്ചോ എപ്പോഴെങ്കിലും? അപ്പൊ അവൻ പറഞ്ഞു, സതെ, എന്നെ കള്ളൂടിയനാക്കിയതേ എന്റെ വാപ്പയാണ്, എന്നെ കള്ളൂടിയനാക്കിയ എന്റെ വാപ്പയാണ്. അത്ഭുതപ്പെട്ടു നിൽക്കുന്ന എന്നോട് അവൻ കഥ പറഞ്ഞേ. അന്യ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ടേ ചേർത്ത് ഒരൊറ്റ വക്ത് തെറ്റാതെ നിസ്കരിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ തിരിച്ചു പോരുന്ന ബാപ്പാനോടോ പറഞ്ഞത്ര, ബാപ്പ ഇവിടെ എവിടെയെങ്കിലും പള്ളി ഉണ്ടാവുമോ പോയി നിസ്കരിക്കാൻ? ബാപ്പ പറഞ്ഞു, ആരോടെങ്കിലും ഒക്കെ ചോദിച്ചാൽ മതിയാണ്. ബാപ്പ പെട്ടെന്ന് പോന്നു. 4 മണിയായപ്പോ ളുഹ്റും നിസ്കരിച്ചിട്ടില്ല, അസറും നിസ്കരിച്ചിട്ടില്ല. ഈ കുട്ടിന്റെ മനസ്സ് അസ്വസ്ഥമാവുക. അവന്റെ മുമ്പിൽ കണ്ട ഒരു സീനിയർ വിദ്യാർത്ഥിയോട് ചോദിച്ചത്രേ, ഇവിടെ അടുത്തെവിടെയാ പള്ളിയുള്ളത്? ചെകിടടക്കി ഒരടി, തല കറങ്ങി വീണുപോയിന്നാ. പിന്നെ പള്ളി എവിടെ ചോദിക്കാൻ അവന് ധൈര്യം കിട്ടിയിട്ടില്ല. പിന്നെ ആ കുട്ടീനോട് പറയുന്നു, സാറേ ഞാൻ ഉസ്താദെ, ഞാന് റൂമിൽ ഡബിൾ ബെഡാ, താഴെ മേലെ ഓരോരുത്തരെ കിടക്കണ്ടേ. എന്റെ റൂമിൽ 4 ആളുണ്ട്, 2 ബെഡാണ്, താഴെ മേലെ 4 ആള്. എനിക്ക് എല്ലാവരും പേടിയാ. അതുകൊണ്ട് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ഞാൻ മെല്ലെ ബാത്റൂമിൽ പോയിട്ട് ഞാൻ ഒതു കൊടുത്തിട്ട് താഴെയുള്ള ബെഡിലാണ് എന്റെ ബെഡ്. അവിടെ എണീറ്റിക്കാൻ സ്ഥലമല്ല. ഞാൻ അവിടെ ഇരുന്നിട്ട് കിബില ഏതാ എനിക്കറിയില്ല, പടിഞ്ഞാറ് ഏതാ അറിയില്ല. ആ ഇരുന്ന ഇരിപ്പില് ഞാൻ 5 വക്ത് നിസ്കരിക്കും. എന്നിട്ട് ഞാൻ അള്ളാനോട് കരഞ്ഞു പറയും, പടച്ചോനെ സ്വീകരിക്കണം കേട്ടോ, വേറെ മാർഗല്ല. ഓന്റെ റൂമിലെ 3 ആളും കുടിക്കും അത്രേ. ഓന് വട്ടം വിട്ടിരുന്ന് കുടിക്കുമ്പോ ഇവനെ വിളിക്കും. ഇവൻ പേടിച്ചിട്ട് പുതപ്പിന്റെ ഉള്ളിൽ ചുരുണ്ട് കിടക്കും അത്രേ. പലപ്പോഴും ബാപ്പാനോട് വിളിച്ച് പറഞ്ഞത്രേ, ബാപ്പ ഇവിടെ നിൽക്കാൻ പറ്റൂല, ഇവിടെ നിസ്കാരമില്ല, പള്ളിയില്ല, ഇവിടെ കള്ളൂടിയാണ്. അപ്പൊ ബാപ്പ എന്താ പറഞ്ഞാലോ, അന്ന് ഞാൻ നിസ്കരിക്കാനല്ല അവിടെ കൊണ്ടയാക്കിയേ. നിസ്കരിക്കാൻ നമ്മുടെ നാട്ടിൽ സ്ഥലമുണ്ട്, പഠിക്കാനാ കൊണ്ടയാക്കിയേ. ഓരോന്ന് പറഞ്ഞ് അവിടെ നിന്ന് കണ്ട് പോരാൻ നിൽക്കണ്ട, മര്യാദക്ക് അവിടെ ഇരുന്ന് പഠിച്ചോന്നാ ബാപ്പാന്റെ സ്നേഹോപദേശം. ഒരിക്കൽ കുടിക്കുന്ന സമയത്ത് ഇവനെ വിളിച്ചോലോ, നിനക്ക് വേണ്ടേ? ഇപ്പൊ പേടിച്ച് പുതപ്പിന്റെ ഉള്ളിൽ ചുരുണ്ട് കിടന്നുന്ന, ഇതുവരെ കള്ളിന്റെ കുപ്പി കണ്ടിട്ടില്ലാത്ത കുട്ടിയാ. പക്ഷെ ഒരു തമാശക്ക് ഇവര് 3 കൂടി ഇവനെ ശക്തമായി പിടിച്ചിട്ട് ഇവന്റെ വായിൽ കുപ്പിയിൽ നിന്ന് സാധനം ഒഴിച്ചത്രേ. കണ്ണിലും മൂക്കിലൊക്കെ ചിന്തി തുമ്മി കൊരച്ച് ശ്വാസം കിട്ടാതെ ഇടങ്ങേറായി. പിറ്റേന്ന് രാവിലെ ബാപ്പാനെ വിളിച്ചപ്പോ ബാപ്പ പറഞ്ഞോലോ, അതൊന്നും ഇവിടെ പറയണ്ട, എന്റെ പ്രിൻസിപ്പാളിനോട് പോയി പറഞ്ഞടാ, പ്രിൻസിപ്പാൾ കൈകാര്യം ചെയ്തോളും. പ്രിൻസിപ്പാളിനോട് പറഞ്ഞാൽ എന്താണ് അതിന്റെ അനന്തര ഫലമെന്ന് ആ കുട്ടിക്ക് ശരിക്കറിയാം. അതുകൊണ്ട് തന്നെ മിണ്ടില്ല. ഇടക്കിടക്ക് സീനിയേഴ്സ് ഓനങ്ങനെ ഈ കള്ളിൽ ഇങ്ങനെ മുക്കുന്ന പറഞ്ഞേ. ഒരു ദിവസം ഓന് തോന്നിയല്ലോ,
എന്തിനാപ്പം ഞാൻ അങ്ങനെ ഇടങ്ങാറാവണ്? ബാപ്പാനോട് പറഞ്ഞു തോറ്റ്, അതുകൊണ്ട് ഓല കൂട്ടത്തിൽ പോയിട്ട് അവൻ കുടിക്കാൻ തുടങ്ങി. ഓനോട് പറയണേ, ഞാൻ പലപ്പോഴും കുടിക്കാറുണ്ട്, പക്ഷെ വീട്ടിലേക്ക് കുടിച്ചു വരാറില്ല. ഇന്നലെ കുടിച്ചു വന്നത് പ്രശ്നമായിപ്പോയി, പക്ഷെ ഞാൻ പലപ്പോഴും കുടിക്കാറുണ്ട്. എന്നെ കുടിയനാക്കിയത് എന്റെ ഉപ്പയാണ്. ഒരു കുടിയനാവാതിരിക്കാൻ ഞാൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ ഉപ്പ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ പറ്റി പരാതി പറയാൻ എന്റെ ഉപ്പക്ക് അധികാരമില്ല എന്ന് ദൃഢമായ സ്വരത്തിൽ ആ കുട്ടി പറഞ്ഞപ്പോ മറുത്തൊന്നും പറയാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെ വഴികളിൽ ചില അധാർമികതകൾ ഉണ്ടാവാൻ, അവരുടെ ജീവിതത്തിൽ ചില അപകടങ്ങൾ ഉണ്ടാവാൻ. വെക്കേഷൻ കാലമാണ്, വിരുന്നുകളുടെ കാലമാണ്. പ്രായപൂർത്തിയായതോ ആവാത്തതോ ഒക്കെയായ കുട്ടികളെയൊക്കെ പല ഭാഗത്തേക്ക് വിരുന്നു പറഞ്ഞയക്കുമ്പോ രാത്രിയും പകലുമൊക്കെ അവരെവിടെയാണ്, ആരുടെ കൂടെയാണ് എന്നറിയാതെ പലപ്പോഴും നമ്മുടെ മക്കള് അവര് പോലും അറിയാതെ പീഡിപ്പിക്കപ്പെടുന്ന ദുരന്തകാലത്ത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇത്തരം അബദ്ധങ്ങൾക്ക് ഒരു പരിധിവരെ കാരണക്കാർ അവരുടെ മാതാപിതാക്കളാണ് എന്നത് മറന്നുകൂടട്ടോ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല പഠിപ്പിക്കുന്നുണ്ട്, നാളെ പരലോകത്ത് അള്ളാഹു നരകത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആളുകളെ, അവരെ നരകത്തിലേക്ക് മലക്കുകൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ അവര് തിരിഞ്ഞു നിന്ന് അള്ളാഹിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, റബ്ബന അരിനല്ലദൈനി അളല്ലാന മിനൽ ജിന്നി വൽ ഇൻസ്. പടച്ചോനെ, ഞങ്ങൾ ഇന്ന് ഈ നരകത്തിൽ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരായ രണ്ടാൾക്കാരുണ്ടായിരുന്നു ഭൂമിയിൽ. അവരാണ് ഞങ്ങളെ ഈ നരകത്തിന്റെ അവകാശികളാക്കിയത്. ആരാ? ഒന്ന് അമേരിക്കൻ പ്രസിഡന്റും ഒന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഒന്നുമല്ല. ആരാന്നറിയോ? ഞങ്ങളുടെ വാപ്പിമ്മയാണ്. ഞങ്ങൾക്ക് വേണ്ടതിനും വേണ്ടാത്തതിനും പണം തന്ന്, സ്വാതന്ത്ര്യം തന്ന്, അനിസ്ലാമികമായ വസ്ത്രങ്ങൾ വാങ്ങിത്തന്ന്, തോന്നിയാസങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്ന്, രാത്രി വൈകി വീട്ടിൽ വരുമ്പോഴും എവിടെ പോയെന്ന് ചോദിക്കാതെ, രാവിലെ നേരത്തെ പോകുമ്പോഴും എങ്ങോട്ടാണെന്ന് ചോദിക്കാതെ, കൂടെ ആരാണുള്ളത് എന്ന് ചോദിക്കാതെ, ജീവിതം എങ്ങനെയാണ് എന്ന് ചോദിക്കാതെ ഞങ്ങൾ പിഴക്കാൻ കാരണക്കാരായ ആ രണ്ടാളുകളുണ്ടല്ലോ, അവരെ ഒന്ന് കാട്ടിക്കൊണ്ട റബ്ബേ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെച്ച് പോകാനല്ല, കാൽച്ചുവട്ടിലിട്ട് രണ്ട് ചവിട്ടിയിട്ട് പോകറപ്പേ, രണ്ട് ചവിട്ടട്ടെ. അവരാണ് ഞങ്ങളെ ഈ നരകത്തിലെത്തിക്കാൻ കാരണക്കാരെന്ന് ആ മക്കള് റബ്ബിനോട് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഒന്ന് കണ്ണു തുറന്നു നോക്കുക. ആ കൂട്ടത്തിൽ നമ്മുടെ മക്കൾ ഉണ്ടാകുമോ? നമ്മുടെ അശ്രദ്ധ, നമ്മുടെ പണക്കൊതി, നമ്മുടെ ഉത്തരവാദിത്തമില്ലായ്മ നമ്മുടെ മക്കൾ പിഴക്കുവാൻ കാരണമായിട്ടുണ്ടോ? മാതാപിതാക്കളൊക്കെ എല്ലാവർക്കും അറബിയിൽ പ്രസിദ്ധമായ ഒരു കവിത പോലത്തെ ഒരു വാക്കുണ്ട്, യത്തീം എന്ന് പറഞ്ഞ സത്യത്തിൽ ആരാ യത്തീം? പ്രായപൂർത്തിയാവാത്ത എന്നാൽ പിതാവ് മരണപ്പെട്ടു പോയ കുട്ടികൾക്കാണ് സാങ്കേതികമായി യത്തീം എന്ന് പറയാം. ഇസ്ലാമിന്റെ സാങ്കേതികത പ്രകാരം പ്രായപൂർത്തിയായിട്ടില്ലാത്ത, പിതാവ് ഉമ്മ മരിച്ച കുട്ടിക്ക് യത്തീം എന്ന് പറയില്ല. ബാപ്പ മരണപ്പെട്ട പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ് യത്തീം. ആ യത്തീം അതാണ് സത്യത്തിൽ യത്തീം. പക്ഷേ വർത്തമാനകാലത്തെ യത്തീം എന്ന് പറഞ്ഞാൽ ആരാന്നറിയങ്ങള്? ഇന്നത്തെ യത്തീം ആരാരങ്ങള്? ബാപ്പിണ്ട്, ഉമ്മയുണ്ട്. ബാപ്പ കുവൈത്തിൽ എഞ്ചിനീയർ ആണ്, ഉമ്മ ഹയർ സെക്കൻഡറി ടീച്ചറാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കാൻ, അവനെ നിയന്ത്രിക്കാൻ, തെറ്റുകൾ ചെയ്യുമ്പോൾ വേണ്ടെന്ന് പറയാൻ, അത് മോശമാണെന്ന് പറയാൻ, നന്മകൾ ചെയ്യണമെന്ന് പറയാൻ അവൻ ആരുമില്ല. ബസ് സ്റ്റാൻഡുകളിൽ വികൃതമായ മുടിയും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമൊക്കെയായി ചുണ്ടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച ലഹരി വസ്തുക്കളും ചുവന്ന കണ്ണുകളുമായി മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ അങ്ങനെ തോണ്ടിയിരിക്കുന്ന മക്കളോട് ചോദിക്കുക, മോനെ നിന്റെ ബാപ്പ എവിടെയാ? ബാപ്പ ഗൾഫിലാണ്. ഉമ്മ എവിടെയാ? ഉമ്മ അവിടെയാണ്. എന്നിട്ടോ ഓൻ ഒറ്റക്ക. അവനെ തിരുത്താൻ ആളില്ല, അവനോട് പറയാൻ ആളില്ല, അവന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ആളില്ല, അവളോട് അത് തെറ്റാണെന്ന് പറയാൻ ആളില്ല. അതൊക്കെ അവരങ്ങനെ ചെയ്തോട്ടെ. സ്വന്തം മക്കള് അന്യ ചെറുപ്പക്കാരന്റെ കൂടെ ബൈക്കിന്റെ പിന്നിൽ വന്ന് വീട്ടുമുറ്റത്തിറങ്ങുമ്പോഴും അത് ലിബറലിസത്തിന്റെ ആ പുരോഗതിയാണ് എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കളുള്ള കാലത്ത് എവിടെയാണ് കൂട്ടരെ നമ്മുടെ മക്കൾ വഴിമാറി പോകാതിരിക്കുക? അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടികളുടെ കാര്യത്തിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? അടക്കയാണെങ്കിൽ മടിയിൽ വെക്ക, കവുങ്ങായാലും എന്താ ചെയ്യാ? അല്ലാഹു തആല നമുക്ക് മക്കളെ തന്നത് കവുങ്ങായിട്ടല്ല, അടക്ക പോലെ പ്രായത്തില കളിയടക്ക. നമുക്ക് അവരെ നന്നായിട്ട് വളർത്താമായിരുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മളത് ആഗ്രഹിച്ചില്ല, അവരുടെ തെറ്റുകളെ നമ്മൾ തിരുത്തിയില്ല.
ഹബീബായ റസൂലിന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു 4-5 വയസ്സുള്ളൂ. പ്രവാചകന്റെ കൈ പിടിച്ച് മദീന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നതാ. ഇടയ്ക്കെപ്പോഴോ പ്രവാചകന്റെ കയ്യിലെ പിടിവിട്ടു പോയ കുട്ടി പിന്നെ തിരിച്ചു വന്നപ്പോ എന്തോ ചവച്ചുകൊണ്ട് വന്ന് റസൂൽ ചോദിച്ചു, എന്താ മോനെ നിന്റെ വായില്? കുട്ടി ഇങ്ങനെ നാവ് നീട്ടി കാണിച്ചു കൊടുത്തു. ഒരു കാരക്കച്ചൊള. കാരക്ക പഴുക്കുന്ന കാലത്ത് ചെരൽക്കല്ല് പോലെ, നമ്മുടെ നാട്ടില് ഈ കല്ല് കിടക്കുന്ന പോലെ കാരക്ക കിട്ടും മദീനത്ത്. അന്നും കിട്ടും, ഇപ്പോഴും കിട്ടും. മദീനത്ത് കാരക്കക്ക് ക്ഷാമല്ല. ആ കാരക്കയുടെ മദീനത്താണ് ഒരു കാരക്കയുമായി കുട്ടി വന്നപ്പോ റസൂല് ചോദിച്ചു, എന്താ മോനെ നിന്റെ വായിലെ? കാരക്ക. കാരക്കല്ലേ, എന്നാലും നന്നായി തിന്നോ എന്നല്ല പറഞ്ഞേ. റസൂല് ഉത്കണ്ഠയോടുകൂടി ചോദിച്ചത്, എവിടുന്നാ നിനക്ക് കാരക്ക കിട്ടിയതെന്നാ. എവിടുന്നാ കാരക്ക കിട്ടിയത്? കുട്ടി ചൂണ്ടിക്കാട്ടി. മദീന പള്ളിയുടെ മൂലക്കണ്ട ഒരു മല പോലെ കാരക്ക കൂട്ടിക്കണ്. ഈത്തപ്പന കർഷകരുടെ സകാത്തിന്റെ വിഹിതം കൊണ്ടുവന്ന് കൂട്ടിയതാ, കുറച്ചൊന്നല്ല, കാരക്കന്റെ ഒരു മല. അതിൽ നിന്നാണ് അള്ളാന്റെ ഹബീബിന്റെ പേരക്കുട്ടി ഒരു കാരക്ക വായിലിട്ട് ചവച്ചത്. പ്രവാചകന് ബേജാറായി, ആദിയായി. ഓനെ തുപ്പത്. കുട്ടി തുപ്പിയില്ല, മധുരമുള്ള കാരക്കല്ലേ. റസൂലുള്ള ബേജാറോടുകൂടി അവന്റെ മുഖം പിടിച്ച് തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് ആ പാതി ചവച്ച കാരക്ക പുറത്തേക്ക് തോണ്ടിയിട്ട് നിലത്ത് വീണ കാരക്കയിലേക്ക് സങ്കടത്തോടുകൂടി നോക്കി നിൽക്കുന്ന കുട്ടിയോടെ അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, മോനെ നിനക്കറിയില്ലേ സകാത്തിന്റെ വിഹിതം മുഹമ്മദിന്റെ കുടുംബത്തിന് ഹറാമാണെന്ന് നിനക്കറിയില്ലേ? അത് സകാത്തിന്റെ സ്വത്തല്ലേ? സകാത്തിന്റെ സ്വത്ത് നമ്മുടെ കുടുംബത്തിന് തിന്നാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്തിനാ നീ അത് തിന്നത്? 4 വയസ്സുള്ള കുട്ടി ഒരു സകാത്തിന്റെ ഒരു കാരക്കച്ചോള തിന്നാലേ അത് ഫ്ലാഷ് ന്യൂസ് ആയിട്ടോ പെട്ടിക്കോളം വാർത്തയായിട്ടോ ഒന്നും എവിടെയും വരൂല. പക്ഷേ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം തന്റെ കുടുംബത്തില് കൊച്ചുകുട്ടി പോലും ചെയ്തുകൂടാ എന്നത് അള്ളാഹുവിന്റെ ഹബീബിന് നിർബന്ധമാണ്. നമ്മുടെയൊക്കെ വീടുകളില് നമ്മുടെ മക്കളെ നമ്മളൊക്കെ ചോറൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുമ്പോ 12ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടി വിളിക്കണം, അമ്മ എനിക്ക് ചോറ് വേണ്ടട്ടോ. എന്തേ? ഒന്നുമില്ല, ഞാൻ ചോറ് കഴിച്ചിക്കണ്. നീ എവിടുന്ന അപ്പൊ ചോറ് കഴിച്ചേ? ഞാൻ ചോറ് കഴിച്ചേ, ഞാൻ ഇവിടെ ഞങ്ങളെ കൂട്ടുകാരെ കൂടി ചോറ് കഴിച്ച്. എന്താ കഴിച്ചേ? മന്തി തിന്ന്. ഒരീസല്ല, പലവട്ടം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചോ, എന്റെ കുട്ടിക്ക് ഇങ്ങനെ മന്തി വാങ്ങിക്കൊടുക്കാൻ മാത്രം ഓനോട് സ്നേഹമുള്ള ആരാത്? എപ്പോഴെങ്കിലും ചോദിച്ചോ? നമ്മുടെ മക്കളുടെ കയ്യിൽ പരിധി വിട്ട വലിപ്പമുള്ള ഫോണ് കണ്ടപ്പോ നമ്മൾ ചോദിച്ചോ എവിടുന്നത്? നമ്മുടെ മക്കള് വില കൂടിയ ബൈക്കിലും കാറിലും ഒക്കെ വീട്ടുമുറ്റത്ത് വന്ന് ഇറങ്ങിയപ്പോ നമ്മൾ ചോദിച്ചോ എവിടുന്നതെന്ന് ചോദിച്ചോ? നമ്മള് അല്ലേ? കഞ്ചാവ് വിറ്റതിന്റെ പേരിൽ പിടിക്കപ്പെട്ട മകൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ ഓഫീസർ ഇവന്റെ നമ്പർ വാങ്ങിയിട്ട് ഉമ്മാനെ വിളിച്ച്, അയൽപ്പക്കത്തെ വീടുകളിൽ പാത്രം കഴുകാനും പണിക്കും പോകുന്ന ഉമ്മയാണ്. ഭർത്താവ് നേരത്തെ മരിച്ചിട്ടുണ്ട്. ഈ മകന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഉമ്മയാണ്. SI വിളിച്ചു, നിങ്ങൾ ഇന്ന കുട്ടിയുടെ ഉമ്മയല്ലാതെ നിങ്ങളൊന്ന് സ്റ്റേഷൻ വരെ വരണം കേട്ടോ. ഉമ്മ ബേജാറായി. എന്തേ സാറേ? ഒന്നുമില്ല, നിങ്ങളൊന്ന് വരണം. ചെന്നപ്പോ അണ്ടർവെയറിൽ ചുമലിനോട് ചേർത്ത് നിർത്തിയ മകനെ കണ്ട് ആ ഉമ്മ പൊട്ടിക്കരഞ്ഞ്. സാറ് പറഞ്ഞു, നിങ്ങളെ മോന് വേണ്ടാത്ത ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. ഈ ഉമ്മ പറഞ്ഞു, ഇല്ല സാറേ, എന്റെ മോൻ നല്ല കുട്ടിയാ. സ്കൂള് വിട്ടിട്ട് വൈകുന്നേരം 6 മണിക്കോ ജോലിക്ക് പോകും. ഒരു പെട്രോൾ പമ്പിലാണോ അവന്റെ ജോലി. അങ്ങനെ പണിയെടുത്തിട്ട് അവൻ എനിക്ക് വാങ്ങിത്തന്നതാ ഈ സ്വർണത്തിന്റെ 2 വളകൾ. തന്റെ കയ്യിലെ മോശമല്ലാത്ത സ്വർണ്ണവളകൾ കാണിച്ച് ഉമ്മ പറഞ്ഞു, ഇതവൻ പണിയെടുത്ത് വാങ്ങിയതാ. പോലീസ് ഓഫീസർ ചോദിച്ചേ, എത്ര കാലമായി പണിക്കോ തുടങ്ങിയിട്ട്? 4 മാസമായി സാറേ. അപ്പൊ അയാൾ ചോദിച്ച്, 4 മാസം പണിയെടുത്തിട്ട് ഇതുപോലത്തെ 2 വളകൾ നിങ്ങൾക്ക് വാങ്ങിത്തരണമെങ്കിൽ നിങ്ങളുടെ മകന്റെ മാസ വരുമാനം എത്രയാണെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പോഴാ ഉമ്മ അന്തപ്പെട്ടു, അത് ഞാൻ ചോദിച്ചില്ല. അപ്പൊ സാറ് പറഞ്ഞു കൊടുത്തു, നിങ്ങളെ മോന് പമ്പിലല്ല ജോലി. കഞ്ചാവ് 20 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പട്ടണത്തില് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഇവന്. പിടിക്കപ്പെടാതിരിക്കാൻ ആ പെട്രോൾ പമ്പിന്റെ യൂണിഫോമിലാണ് അവന്റെ സഞ്ചാരം. ഉമ്മ ചോദിച്ചില്ല. കൈ നിറയെ പണവുമായി മകൻ കയറി വന്നപ്പോ എവിടുന്നാണ് പണമെന്ന് ചോദിച്ചിരുന്നെങ്കിലേ ഇന്ന് ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നന്നായി ശ്രദ്ധിക്കുക. 2 കണ്ണ് മാത്രം പോരാ, തുറന്നു വെച്ച് നമ്മുടെ മക്കളെ കൂടെ ഉണ്ടാവണം. തെറ്റുകൾ തിരുത്തണം. വേണ്ടാത്തത് കണ്ടാൽ അത് വേണ്ട എന്ന് പറയണം. അവരെ പരിശോധിക്കണം. അവരോട് കാര്യങ്ങൾ ചോദിക്കണം. മടിച്ച് മാറി നിന്നാൽ
അപകടങ്ങളിലേക്ക് നമ്മുടെ മക്കൾ വീണുപോകും. ഇന്നിപ്പോ മകൻ അമ്മയെ കൊന്നില്ലേ, കഴുത്തിൽ കത്തി കൊണ്ട് കുത്തി 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 അല്ലേ, നൊന്ത് പ്രസവിച്ച അമ്മ ജീവന് വേണ്ടി പെടയുമ്പോ ആ അമ്മയുടെ തലയിണയിൽ അമർത്തി വെച്ച് കഴുത്തിൽ തന്നെ കത്തി കൊണ്ട് വീണ്ടും വീണ്ടും കുത്തണമെങ്കിൽ ആ മകൻ ആരാവണം അല്ലേ? അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. എല്ലാവർക്കും സംഭവിക്കാം. ഏത് വീട്ടിലും നമ്മളോട് ചോദിക്കാതെ ദുരന്തങ്ങൾ കയറി വന്നേക്കാം. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവണം. നമസ്കാരത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവണം. ധാർമ്മികമായ പാഠങ്ങൾ അവർക്ക് നന്നായി പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ MSM MGM ഒക്കെ ഉണ്ടാവും. സംഘടനകളോട് പുച്ഛമാണ് ചില ആൾക്കാർക്ക്. എന്തിനാ MSM കുട്ടികളെ പഠിപ്പ് മുടക്കാൻ, എന്തിനാ MGM? പ്രിയപ്പെട്ടവരെ, ഈ പ്രായത്തിലുള്ള കുട്ടികളെ നമ്മൾ വിളിച്ചാൽ അവരെ കിട്ടൂല, അവർ വരൂല. എന്നാൽ അവരുടെ പ്രായക്കാരായവർ അവരെ വിളിച്ചാൽ സംസാരിച്ചാൽ അവർ കേൾക്കുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ ഇത്തരം സംഘടനകളുമായി നമ്മൾ ചേർത്തു നിർത്തണം. അതിൽ അംഗങ്ങളായോ എന്ന് ചോദിക്കണം. MSMലൊക്കെ മെമ്പർഷിപ്പ് പുതുക്കുന്ന കാലാത്. ഈ നാട്ടിലെ MSMന്റെ പ്രവർത്തകരോട് നിങ്ങൾ ചോദിക്കണം, എന്റെ മകനെ നിങ്ങൾ ചേർത്തോ? എന്താണ് വേണ്ടത്? 30 300 30 റുപ്യ, ആ 30 ഞാൻ തരാം, എന്റെ മകനെ ചേർക്കണം കേട്ടോ. മീറ്റിങ്ങുകളിലേക്ക് അവനെ വിളിക്കണം കേട്ടോ, ക്ലാസ്സുകളിലേക്ക് അവനെ വിളിക്കണം കേട്ടോ, നോട്ടീസ് ഒട്ടിക്കാൻ നിങ്ങൾ അവനെ വിളിക്കണം കേട്ടോ. അവർ ഇറങ്ങട്ടെ. ഈ മതത്തിന്റെ ആളുകളാണെന്ന് അവർക്ക് ബോധ്യമുണ്ടാവട്ടെ. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവട്ടെ. നമ്മുടെ പെൺമക്കളെയൊക്കെ നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവരെ വേട്ടയാടാൻ കാത്തിരിക്കുന്ന കള്ള കഴുകന്മാരുടെ കാലത്താണ് നമ്മളുള്ളത്. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ആരാണ്, എന്താണ് സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന്റെ അതിർത്തി എവിടെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ലിബറലിസത്തിന്റെ പേരിൽ, ആധുനികതയുടെ പേരിൽ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ഇടകലർന്ന ജീവിതത്തിൽ നഷ്ടമാകുന്നത് ധാർമ്മികതയാണ് എന്ന് മനസ്സിലാക്കണം. ധാർമ്മികത നഷ്ടപ്പെട്ടാൽ പിന്നെ ആ സമൂഹത്തിൽ ഒരിക്കലും സമാധാനത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും പണം ഉണ്ടായാൽ പോരെ, വിദ്യാഭ്യാസം ഉണ്ടായാൽ പോരെ. ഇല്ല, ധാർമ്മികത നിലനിൽക്കണം അല്ലേ? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചു. ഏറ്റവും മോശപ്പെട്ടതെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇരുണ്ട കാലത്ത് ജീവിച്ചിരുന്ന, ജാഹിലിയത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ പ്രവാചകൻ എങ്ങനെയാണ് പരിവർത്തിപ്പിച്ചത്? ലഹരി ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നില്ല. ഭക്ഷണത്തെക്കാളേറെ അവർ ലഹരിയുമായി ബന്ധപ്പെട്ടവരായിരുന്നു. സ്ത്രീകളുമായുള്ള ബന്ധത്തിൽ അവർക്ക് യാതൊരു ധാർമ്മികതയും ഇല്ലായിരുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിരുന്ന ഒരു കാലമായിരുന്നു. പെൺകുട്ടികളെ അവർ ജീവനോടുകൂടി കുഴിച്ചുമൂടിയിരുന്നു. എല്ലാവിധ തിന്മകളുടെയും കൂത്തരങ്ങായ ഒരു കാലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിലേക്ക് പ്രവാചകനായി നിശ്ചയിക്കപ്പെട്ടത്. പ്രവാചകൻ രാജാവായിരുന്നില്ല, സർവാധികാരിയായിരുന്നില്ല, വലിയ ഒരു സൈന്യത്തിന്റെ പിന്തുണയുണ്ടായിരുന്നില്ല, വലിയ ഒരു ജനക്കൂട്ടത്തിന്റെ പിന്തുണയുണ്ടായിരുന്നില്ല, ഒരു വലിയ സായുധ സംഘം പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അനാഥനായി ജനിച്ച്, അനാഥനായി വളർന്ന്, പട്ടിണി കടന്ന്, ജീവിതത്തിൽ വിശപ്പിന്റെ വിലയറിഞ്ഞപ്പോ ആ വിശപ്പടക്കാൻ മക്കയിലെ പ്രമാണിമാരുടെ ആടുകളെ മക്കയിലെ കുന്നിൻപുറങ്ങളിൽ വളർത്തി അവരെ മേച്ച് അതുകൊണ്ട് കിട്ടുന്ന തുച്ഛമായ ഗോതമ്പും അതേപോലെ തന്നെ കാരക്കയും കൊണ്ട് ജീവിച്ച പട്ടിണി പാവമായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഭൂമിയിൽ എഴുന്നേറ്റ് നിന്ന് ആ സമൂഹത്തെ പ്രവാചകൻ മാറ്റി. ഇവിടുത്തെ KNMന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റ് ആയ ഒരാള് 10 കൊല്ലം കൊണ്ട് അയാൾക്ക് ഈ നാട്ടില് എന്ത് മാറ്റം വരുത്താൻ പറ്റും? നിങ്ങൾ ചോദിച്ചു നോക്കണ്ടി. ഇവിടുത്തെ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒരാളോട് ഈ തിക്കോടി എന്ന ചെറിയൊരു പ്രദേശം ഉണ്ടല്ലോ, ഈ പ്രദേശത്തെ മനുഷ്യന്മാരുടെ ജീവിതത്തെ എന്ത് മാറ്റം വരുത്താൻ എല്ലാ സൗകര്യമുള്ള ഈ കാലത്ത് നമുക്ക് സാധിക്കും? അവിടെയാണ് ഒരു സൗകര്യവും ഇല്ലാത്ത കാലത്ത്, ഈ മൈക്കില്ല, ഈ വെളിച്ചല്ല, സ്റ്റേജില്ല, കസേരല്ല, പേപ്പറില്ല, പേനല്ല, ഇലക്ട്രോണിക്കൽ സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത കാലത്തെ പാറപ്പുറത്തും ഒട്ടകപ്പുറത്തും കയറി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തെ മാറ്റി.
ഒരു നാടിനെ അല്ല, ഒരു ലോകത്തെ മുഴുവനും മാറ്റി. ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, ഇതുവരെ കുടിച്ചിട്ടില്ല. 53 വയസ്സായി. എന്റെ കീശയിൽ കാശില്ലാഞ്ഞിട്ടല്ല, കള്ളു കിട്ടുന്ന സ്ഥലം അറിയായിട്ടല്ല, ഞാൻ പോയ സാധനം കിട്ടായിട്ടല്ല. ആ റസൂലാണ് പറഞ്ഞത് കുടിക്കരുത് എന്ന്. അത് കുടിക്കാത്തത് കൊണ്ടാണ്, ആ പ്രവാചകന്റെ വാക്ക് കേട്ടത് കൊണ്ടാണ് ഈ ഇരിക്കുന്നവരാരും കള്ളു കുടിക്കാത്തവരായി മാറിയത്. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അതിർത്തികളില്ലാതെ ലോകത്തിന്റെ മുക്കിലേക്കും മൂലയിലേക്കും അത് പറന്നു പോവുക, അതിന് അത്ഭുതം തോന്നുന്നുണ്ട് നമുക്ക്. 1500 കൊല്ലങ്ങളായി ആ ആശയങ്ങൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു അജയ്യമായിട്ട്. ഒരത്ഭുതം എന്താ അറിയോ? ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആള് ആരാന്നറിയങ്ങള്? അത് നല്ല നിലക്കാവട്ടെ ചീത്തയാവട്ടെ, ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. 1400 കൊല്ലം മുമ്പ് ജീവിച്ചതാ. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടില്ല, ഒരു വലിയ വിപ്ലവത്തിന്റെ നേതാവായിട്ടില്ല. ആ പ്രവാചകൻ ഇന്നും ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് ഏറ്റവും അത്ഭുതകരമായ കാര്യമല്ലേ? എന്തായിരുന്നു ആ പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്ന അത്ഭുതകരമായ സാധനങ്ങൾ ആലോചിച്ചുണ്ടോ? എന്തുകൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്ത് പരിവർത്തനം ഉണ്ടാക്കിയത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനാ പറഞ്ഞെന്നറിയോ? അത് നമുക്കും ബാധകമാണ്. എന്തുകൊണ്ടാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയത്, അതേ കാരണങ്ങൾ ഇന്നും നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നു. പരിഹാരം അത് തന്നെയാണ്. എന്താണ് പരിഹാരം? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് മാന്ത്രിക വിദ്യയാണ് മക്കയിൽ പ്രവാചകൻ കാണിച്ചത്? നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ മക്കത്തോ മദീനത്തൊക്കെ ഹജ്ജിനോ ഉംറക്കോ പോയ ആൾക്കാരല്ലേ മക്കത്തൊക്കെ? നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉംറക്ക് പോയ ആൾക്കാര് മക്കയുടെ പരിസരത്തുള്ള ചില ചരിത്രപരമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാറില്ലേ? ആ കൂട്ടത്തില് ചിലരെങ്കിലും പോയിട്ടുണ്ടാവും. മക്കയില് ആ ദാറു തൗഹീദ് ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടലിന്റെ ഇത്തിരി മാറിയാല് അവിടെ ഒരു ഫയർഫോഴ്സിന്റെ റെസ്ക്യൂ ഓഫീസൊക്കെ ഉണ്ട്. ആ ഓഫീസിന്റെ അപ്പുറത്ത് ഇങ്ങനെ നിന്നിട്ട് താഴേക്ക് നോക്കിയാല് ആ ബ്രിഡ്ജിന്റെ താഴെ ഒരു 2 ഏക്കറോളം സ്ഥലം കറുത്ത മണ്ണ, വെറും മണ്ണ്. അവിടെ ഒന്നുമില്ല, നിർമ്മിതികളില്ല, വീടുകളില്ല. 1 ഇഞ്ച് സ്ഥലത്തിന് കോടികൾ വിലമതിക്കുന്ന, ഒരടിയിൽ ആകാശത്തോളം ഉയരുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ആ പ്രദേശത്ത് എന്തുകൊണ്ടാണ് ഇത്രയും സ്ഥലം ഇങ്ങനെ കാലിയായി കിടക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ഒരു ബോർഡ് കാണാം. എന്താ അറിയോ? അതൊരു മക്ബറയാണ്. അതായത് മയ്യത്ത് മറവ് ചെയ്ത സ്ഥലമാകുന്നു അത്. ആ സ്ഥലത്തിന്റെ ചരിത്രങ്ങൾ വായിച്ചു നോക്കണ്ടി. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ മലനിരകൾ ഉണ്ടല്ലോ, ജബലു ഉമർ എന്നറിയപ്പെടാം. ഇന്ന് അവിടെ മലകളൊക്കെ പൊളിച്ച് പമ്പൻ ബിൽഡിങ്ങുകൾ വന്നിരിക്കണ്. ജബലു ഉമർ പ്രൊജക്ട് എന്ന പേരിൽ വലിയ ഹോട്ടലുകളാണ് അവിടെയൊക്കെ ഉള്ളത്. അവിടെ നിറയെ കുന്നുകളായിരുന്നു. ഒരു 10 കൊല്ലം മുമ്പ് വരെ അവിടെ പോയ ആൾക്കാർക്കറിയാം ആ ഭാഗം മുഴുവൻ കുന്നുകളായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് അടക്കമുള്ള ഒരുപാട് ആളുകൾ പാർത്ത പ്രദേശമായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്ന ജനിക്കുന്ന പെൺമക്കളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്ന സ്ഥലമാണത്രേ ഈ കറുത്ത മണ്ണ്. അത് ഇന്നും അങ്ങനെ തന്നെ കിടക്കുക. ഒരു പെൺകുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ ആ കുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു കാലത്ത് നിന്ന് ഒരു പെൺകുട്ടി ജനിച്ചാൽ അത് അഭിമാനമായി കാണുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആ ജനതയെ പ്രവാചകൻ മാറ്റി. ഇന്നത് അഭിമാനാണ് അല്ലേ? ഒരു പെൺകുട്ടി ജനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്തെ അവർക്ക് വലിയ മാനക്കേടേനി. ഒരാളെ ഭാര്യ പ്രസവിച്ചു, ഏതാ കുട്ടി പെണ്ണാണെന്ന് അറിഞ്ഞാൽ പിന്നെ ബാപ്പാനെ കാണൂല, ബാപ്പ നാട് വിടുന്ന. പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് ബാപ്പ തിരിച്ചു വരും. ഉമ്മ പോലും അറിയാതെ ആ കുട്ടിയെ പതുക്കെ പൊക്കിയെടുത്തിട്ട് ഒരു കുഴി കുത്തി മണ്ണിട്ട് മൂടിയിട്ട് ആ ആയുധം തന്റെ തോളത്ത് വെച്ച് ബാപ്പ അങ്ങാടിക്കിറങ്ങി അഭിമാനത്തോടു കൂടി പറയുമത്രേ, എന്റെ വീട്ടിലൊരു പെണ്ണ് പറന്നിരുന്നു, ഞാൻ അവളെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ആളുകൾ അയാൾക്ക് അഭിവാദ്യങ്ങൾ നേർന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട്. അവിടെ നിന്ന് ആ സമൂഹത്തെ പ്രവാചകൻ മാറ്റി. എത്രത്തോളം മാറ്റിയരങ്ങള്? ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ പിറന്നാൽ, ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ, റസൂലുള്ളാഹി പറയട്ടോ, ആ വീട്ടിലെ ആൺകുട്ടിയിൽ നിന്ന് ഒട്ടും വ്യത്യാസം കാണിക്കാതെ ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കിയാൽ, എങ്ങനെ
ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നത്തെ കാലത്തും നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ അവഗണിക്കപ്പെടുന്നുണ്ട്. പല വീടുകളിലും പെൺകുട്ടികൾ അവഗണിക്കപ്പെടുന്നുണ്ട്. ജനിച്ച വീടുകളിലും കല്യാണം കഴിച്ച വീടുകളിലുമൊക്കെ അവർ ആർക്കും വേണ്ടാത്തൊരു സാധനമായി മാറുക. ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ജനിച്ചാലേ അവൾ കേൾക്കുന്ന ഒരു വാക്കെന്താ? നിങ്ങള് മോളെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, നീ വേറെ ഒരു വീട്ടിലേക്ക് പോവാനുള്ള പെണ്ണാട്ടോ. ഇനി കെട്ടിച്ച് വേറൊരു വീട്ടിലേക്ക് എത്തിയാല് അവിടുന്ന് കേൾക്കുന്ന വാക്കെന്താ? നിങ്ങള് നീ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, നീ വേറെ ഒരു വീട്ടിൽ നിന്ന് കേറി വന്നോളാട്ടോ. സത്യത്തിൽ ഈ പെൺകുട്ടിന്റെ ഇടം എവിടെയാണ്? റസൂലുള്ളാഹി പറയണേ, ഒരു പെൺകുട്ടി ഒരാൾക്ക് പിറക്കുകയും ആ വീട്ടിലെ ആൺകുട്ടിയിൽ നിന്ന് ഒട്ടും വ്യത്യാസം കാണിക്കാതെ, ഒരു പ്രശ്നമല്ലേ നമ്മുടെ വീട്ടില് ഒരു ആൺകുട്ടിയും പെൺകുട്ടി ഉണ്ടെങ്കിൽ ആൺകുട്ടി രാജാവും പെൺകുട്ടി വേലക്കാരിയാവും. ഈ ആൺകുട്ടിക്ക് വേണ്ട എല്ലാ സർവീസും ചെയ്തു കൊടുക്കേണ്ട ജോലി ഈ പെൺകുട്ടിക്കാണെന്ന് ഓളെ പറഞ്ഞ് പഠിപ്പിക്കാൻ വീട്ടുകാർ വല്ലാതെ ശ്രമിക്കും. ഒരു തമാശ പറയാറുണ്ട്, ഒരു വീട്ടിൽ 2 ആൺകുട്ടി ഉണ്ട്, ഒന്ന് കുഞ്ഞുട്ടി ഒന്ന് കുഞ്ഞാപ്പുമാണ്. കുഞ്ഞാപ്പു ആൺകുട്ടിയാണ്, കുഞ്ഞുട്ടി പെൺകുട്ടിയാണ്. രണ്ടാളും LP സ്കൂളിലാണ്. ഒരു സ്കൂളിൽ പോയ സമയത്ത് വീട്ടിലാരോ ഉമ്മാക്ക് 2 ലഡു എന്ന് കൊടുത്തത്രേ. ഉമ്മ ഒരു ചെറിയ കടി കടിച്ചപ്പോഴേ മക്കളെ ഓർമ്മന്ന്, അതുകൊണ്ട് ലഡു മേശപ്പുറത്ത് വെച്ച് ഒരു കടി കടിച്ചു, ഒരു ലഡുമെന്ന് മറ്റേ ലഡു അങ്ങനെ തന്നെ മേശപ്പുറത്ത് വെച്ച് ഉമ്മ അലക്കാൻ പോയത്രേ. സ്കൂൾ വിട്ട് മക്കൾ വന്നപ്പോ ഉമ്മ കുഞ്ഞുട്ടി എന്ന പെൺകുട്ടിയോട് പറഞ്ഞത്രേ, മോളെ ആ മേശപ്പുറത്ത് 2 ലഡുണ്ട്, ഒന്ന് നീ എടുത്തോ, ഒന്ന് കുഞ്ഞാപ്പൂന് കൊടുത്തോ, പൊട്ടിയത് നീ എടുത്തട്ടോ, പൊട്ടാത്തത് കുഞ്ഞാപ്പൂന് കൊടുത്തളാ. എന്തേ? പൊട്ടാത്തത് പെൺകുട്ടി തിന്നാ കൊല്ലി കെട്ടുന്ന് പേടിച്ചിട്ടാ അല്ലേ? എന്തേ ഒരു മാറ്റം പഠിപ്പിക്കുന്നിടത്ത്, ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൊക്കെ അല്ലേ? റസൂല് പറയാ, അനീതി കാണിക്കാതെ 2 ആളെയും ഒരുപോലെ സ്നേഹിച്ചു വളർത്തിയാൽ അവർക്ക് സ്വർഗമുണ്ട്. ആർക്ക്? മാതാപിതാക്കൾക്ക്. ഒരാൾക്ക് 2 പെൺമക്കൾ ഉണ്ടായാൽ ആ 2 പെൺമക്കളെ മാന്യമായി വളർത്തി വിവാഹം കഴിച്ചയക്കുന്നത് വരെ മാന്യമായി വളർത്തി വലുതാക്കിയാൽ അവർ നരകത്തിൽ നിന്നും അയാൾക്ക് കാവലായിരിക്കും. തീർന്നില്ല. ഒരാൾക്ക് 3 പെൺകുട്ടികളായാലാവും. നമ്മളൊക്കെ ഇപ്പത്തെ കാലത്ത് പോലും ഭാര്യ 1 പ്രസവിച്ചു പെൺകുട്ടി, 2 പ്രസവിച്ചു പെൺകുട്ടി, 3ാമത്തതും പെൺകുട്ടിയായുണ്ടല്ലോ. ആ പ്രസവം കഴിഞ്ഞ് വീട്ടിക്ക് വരുന്ന വരവ് കണ്ടാലേ മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയ മരിക്കാൻ വരിക. വളരെ നിരാശരായി തകർന്ന് ജീവിക്കുന്ന വേണ്ട ആകെ തകർന്നില്ലേ. അള്ളാന്റെ ഹബീബ് പറയണേ, 3 പെൺമക്കളെ ആരെങ്കിലും ഒരാൾക്ക് അള്ളാഹു നൽകിയാൽ, ആ 3 പെൺമക്കളെ മാന്യമായി വളർത്തി വലുതാക്കിയാൽ അയാൾ, ആ മാതാപിതാക്കൾ സ്വർഗത്തിലാണ്. തീർന്നില്ല കൂട്ടരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, അലാ അദുല്ലുക്കും ബി അഫ്ളലി സ്വദഖ, ദാനധർമ്മം സ്വദഖ, സ്വദഖയുടെ കാര്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ ഏതാന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഏതാ? പള്ളിക്ക് കൊടുക്കുന്നതാ? യതീംഖാനെ കൊടുക്കുന്നതാ? ഏതാ ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ? നിങ്ങൾക്കറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ വീട്ടിൽ നിന്ന് നീ വിവാഹം കഴിച്ച് പറഞ്ഞയച്ച നിന്റെ മകൾ ഭർത്താവ് മരിച്ചത് കൊണ്ടോ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടോ അവൾ നിന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നാൽ അവൾക്ക് വേണ്ടി നീ ചെലവഴിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക. പല വീട്ടിലും തിരിച്ചു വരുന്ന പെൺകുട്ടികളുടെ അവസ്ഥ വളരെ കഷ്ട. ആങ്ങളാര്, ഓരോ കുടുംബം, ഉമ്മാക്കും വേണ്ട ബാപ്പാക്കും വേണ്ട, കാണുമ്പോഴൊക്കെ രൂക്ഷമായ നോട്ടം, വേണ്ടാത്ത സംസാരം, അയൽവാസികളുടെ പരിഹാസം അല്ലെ. അവസാനം എനിക്കറിയാം പല യുവതികളും വീടുപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങിയത് സ്വന്തം വീട്ടിൽ അവർ അനുഭവിക്കുന്ന തീവ്രമായ അനുഭവങ്ങൾ കാരണത്താലാണ്. ഓക്കെ, നിങ്ങൾ അള്ളാന്റെ ഹബീബ് പറഞ്ഞ്, ഒരു പെണ്ണ് അത്രയേറെ വേദനിക്കുന്ന സമയം വേറെ ഉണ്ടാവില്ല. തന്റെ ജീവിതത്തെ ഏറ്റെടുത്ത ഭർത്താവ്, തന്റെ ജീവിതത്തിന്റെ സഹയാത്രികൻ നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന അവൾ, പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ മരണപ്പെട്ട ശേഷമാണെങ്കിൽ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാ. ആ സമയത്ത് ചേർത്തു പിടിക്കാൻ ആളുണ്ടാവണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കുറച്ച് അധികമായിട്ട് കയറി തോന്നുന്നു. എന്തായിരുന്നാലും മക്കളുടെ കാര്യത്തിൽ നല്ല ജാഗ്രത നമ്മുടെ ഭാഗത്തുണ്ടാവണം. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും അധപതിച്ച ഒരു സമൂഹത്തെ എങ്ങനെ പ്രവാചകൻ മാറ്റി, അതല്ലേ? അത് അള്ളാഹു തആല പറയട്ടോ. സൂറത്തുൽ ജുമുഅയുടെ 2-ാമത്തെ ആയത്ത് നമുക്കേറെ പരിചയമുള്ള സൂറത്താ.
ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും. അക്ഷരമറിയാത്ത ഒരു സമൂഹത്തിലേക്ക്, എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളെ തന്നെ അള്ളാഹു പ്രവാചകനായി നിശ്ചയിച്ചു. പ്രവാചകന് ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടായിരുന്നില്ല. ഒരു വര വരച്ചാൽ അലിഫ് എന്നാണ് വായിക്കുക എന്ന് ആ പ്രവാചകനെ ആരും പഠിപ്പിച്ചിട്ടില്ല, പ്രവാചകൻ പഠിച്ചിട്ടില്ല. അത്രയും അക്ഷരജ്ഞാനമില്ലാത്ത ഒരാളെയാണ് അള്ളാഹു പ്രവാചകനായിട്ട് പറഞ്ഞയച്ചത്. എന്നിട്ട് ആ പ്രവാചകൻ എന്താ ചെയ്തത്? അവിടെ എമ്പാടും കോളേജുകൾ ഉണ്ടാക്കിയോ, ആശുപത്രികൾ ഉണ്ടാക്കിയോ, എല്ലാവർക്കും വീടുണ്ടാക്കി കൊടുത്തോ, എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കിയോ? എന്താ റസൂൽ ചെയ്തത്? യത്ലു അലൈഹിം ആയാതി, യത്ലു അലൈഹിം ആയാതി. അല്ലാഹുവിന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുത്തു. യത്ലു, തല എന്ന് പറഞ്ഞാൽ ഓതിന, തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഓത്തുന്ന. യത്ലു അലൈഹിം ആയാതി, അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതിക്കൊടുത്തു. വയുസക്കീഹിം, ആ വചനങ്ങൾ കൊണ്ട് അവരെ സംസ്കരിച്ചു. എന്താ സംസ്കരിക്കുക പറഞ്ഞാല് കഴുകി വൃത്തിയാക്കുക. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ ഖുർആനും അതിന്റെ വിശദീകരണമായ നബിചര്യയും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അതുവരെ ആ ജനങ്ങൾ ഏറ്റവും വൃത്തികെട്ട ജീവിതത്തിലായിരുന്നു. ഏറ്റവും മോശപ്പെട്ട, വളരെ മോശപ്പെട്ട ജീവിത നിലവാരത്തിലുണ്ടായിരുന്ന ആ ആളുകളെ പ്രവാചകൻ ലോകത്തിന്റെ നേതാക്കന്മാരാക്കി. ഒരു കാലത്ത് മക്കയിലെ മാർക്കറ്റുകളിൽ ആയുധം കാണിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തി ഗുണ്ടാ പിരിവ് നടത്തി അതുകൊണ്ട് ജീവിച്ചിരുന്ന ഖത്താബിന്റെ മകൻ ഉമർ. ഖത്താബിന്റെ കഴുത നന്നായാലും ഖത്താബിന്റെ മകൻ നന്നാവുകയില്ല എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച ഉമർ, ആ ഉമർ അങ്ങോട്ട് മാറിയിട്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി പറഞ്ഞില്ലേ, ഇന്ത്യ രാജ്യത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഭരണാധികാരി ഉമർ ബിൻ ഖത്താബാണ് എന്ന് ലോകത്തിനെ കൊണ്ട് പറയിപ്പിക്കത്തക്ക വിധം ഈ സമൂഹത്തിൽ, ആ സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയത് ഈ ഖുർആൻ കൊണ്ടാ. അതോതിക്കൊടുത്തു, അതവരെ മാറ്റി. പ്രിയപ്പെട്ടവരെ, വർത്തമാനകാലത്ത് മനുഷ്യർക്കിടയിൽ ധാർമ്മിക ബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പിന്നിലുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ സംഗതി അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കലാ. അത് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സംവിധാനങ്ങളാ. ഞാനിങ്ങനെ വന്നപ്പോ മഹാന്മാരായ പൂർവികന്മാർ ഉണ്ടാക്കി വെച്ച വലിയ കെട്ടിട സമുച്ചയങ്ങൾ, ഒരു അറബിക് കോളേജിന്റെ വലിയ ബോർഡ് ഞാൻ കണ്ടു. ഞാൻ ഈ പ്രദേശത്ത് ആദ്യമായിട്ട് വരുന്ന എനിക്ക് തോന്നണേ. ആ കോളേജ് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഇപ്പൊ ആ കോളേജ് ഉണ്ടോ? പറഞ്ഞു കോളേജ് അങ്ങനെ നടന്നു പോകുന്നുണ്ട്, പക്ഷെ അറബിക് കോളേജ് ഒന്നുമില്ല. ഇപ്പൊ +1 ഒക്കെയാണ് നടക്കുന്നത് അല്ലേ? എവിടെയാണ് പിഴച്ചത്? ഒരു സമൂഹത്തെ സമുദ്ധരിക്കാൻ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പാഠങ്ങൾക്കപ്പുറത്തേക്ക് ഏത് പാഠങ്ങളാണ് നമ്മൾക്ക് പകർന്നു കൊടുക്കാനുള്ളത്? കമ്മിറ്റിക്കാരെ കുഴപ്പമില്ല, നടത്തുന്നവരെ കുഴപ്പമില്ല, ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരു സ്ഥാപനത്തിന്റെ എളിയ നടത്തിപ്പുകാരനാ ഈ പ്രശ്നം ഞാനും അനുഭവിക്കുന്നുണ്ട്. ദീന് പഠിക്കാൻ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ, സുന്നത്ത് പഠിക്കാൻ ആളില്ല, പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾക്ക് താല്പര്യമില്ല. 21ാമത്തെ വയസ്സിൽ ജീവിതം സെറ്റാവണമെന്ന റോഡരികില് മോഹൻലാലിന്റെ വലിയ ബോർഡാ. 21ാം വയസ്സിൽ ജീവിതം സെറ്റാവുക. അത് സെറ്റാവണമെങ്കിലേ ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. ഇത് പഠിക്കുന്നത് ജീവിതം സെറ്റാവാൻ, ഈ ദുന്യാവിലെ 10-20 കൊല്ലത്തെ ജീവിതമല്ല. ഇവിടങ്ങൾ പഠിച്ച് IAS കാരനായാലും ഒരു 500 കൊല്ലൊന്നും ജീവിക്കൂല. എപ്പോഴാ പെടഞ്ഞു മരിക്കാന്നറിയാത്ത ജീവിതം. അതിനപ്പുറം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതത്തിലേക്ക്, പരലോകത്തിലേക്ക് ചെല്ലുമ്പോ സ്വർഗമോ നരകമോ വേണ്ടത് എന്ന് തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ പാഠഭാഗങ്ങൾ പഠിക്കണ്ടേ പഠിപ്പിക്കണ്ടേ അത് മനസ്സിലാക്കണ്ടേ? വിശുദ്ധ ഖുർആനോളം മനുഷ്യനെ സ്വാധീനിച്ച എന്താണ് ഈ ലോകത്തുള്ളത്? ഇന്നും ലോകത്താളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഖുർആനല്ലേ? കഴിഞ്ഞ ആഴ്ച ഒരാളൊരു വിവാദ പ്രസ്താവന, മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി 100 കോടി വാഗ്ദത്തം ചെയ്തു. എന്തൊരു കളവല്ലേ!
ഇസ്ലാമിൽ എവിടെയെങ്കിലും 100 കോടി വേണ്ട 10 റുപ്യ കൊടുത്തിട്ട് ഒരാളെ ഇസ്ലാമിലേക്ക് വിലക്ക് വാങ്ങാൻ ഇസ്ലാം ആർക്കെങ്കിലും അനുവാദം കൊടുത്തുകൊള്ളാം. ഈ ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾ കോടികൾ ആഗ്രഹിച്ചവരിന് എത്രയോ കോടികൾ വരുമാനം കിട്ടുന്ന സിനിമാ നടിമാരൊക്കെ ആ കോടികൾ ഒഴിവാക്കിയല്ലേ അവർ ഇസ്ലാമിലേക്ക് വന്നത്. കോടികളുടെ പരസ്യങ്ങളിൽ അഭിനയിച്ചിരുന്ന ലോകത്തിലെ പ്രഗത്ഭരായ അത്ലറ്റുകളും വളരെ ഏറെ അനുയായികളുള്ള ആളുകളുമൊക്കെ ആ കോടികൾ ഒഴിവാക്കിയിട്ടല്ലേ അവർ ഇസ്ലാമിലേക്ക് വന്നത്. അവർ ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരേ ഒരു കാരണം ഖുർആനാണ്. അതാണ് അവരെ ആകർഷിച്ചത്. ആ ഖുർആനല്ല നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് തോന്നിയോ ഖുർആനിന്റെ ഇന്ന ഭാഗമാണ് എന്നെ സ്വാധീനിച്ചത് എന്ന് നമ്മിൽ എത്ര പേർക്ക് പറഞ്ഞു? ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ 9 മണിക്ക് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. ഇൻഷാ അല്ലാഹ് 9 മണിക്ക് അവസാനിക്കും. ഇനി 8 മിനിറ്റ്, 7 മിനിറ്റ്, 9 മിനിറ്റ്. അതായത് ഖുർആൻ ഒരു മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കും? രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം ഇസ്ലാം അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിർത്തികളില്ലാതെ വ്യാപിക്കുന്ന കാല. ഒരുപക്ഷെ ഇസ്ലാമിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാലമാണ് ഉമറിന്റെ കാലം. പിന്നീട് അങ്ങോട്ട് ആഭ്യന്തര കലാപങ്ങളും രാഷ്ട്രീയവും ഒക്കെ കൂടിക്കലർന്ന വല്ലാത്തൊരു കാലഘട്ടം. പക്ഷെ ഉമറിന്റെ കാലം സ്വതന്ത്രമായ സമാധാനപൂർണമായ ഇസ്ലാമിക ഭരണത്തിന്റെ മനോഹരമായ കാലമാണ്. ആ കാലത്ത് ഒരാൾ ഉമറിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അയാള് ജോലിയൊന്നും ഇല്ലാത്തൊരു സാധു മനുഷ്യൻ. അയാൾ പറഞ്ഞു, ഉമറെ, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കാൻ ഒരു ജോലി വേണം. എന്താ ജോലി? അങ്ങയുടെ ഈ വിശാലമായ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അതിന്റെ ഒരു നിയന്ത്രണം എന്നെ ഏൽപ്പിച്ചാൽ ഞാനത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം, അതിന്റെ വരുമാനം കൊണ്ട് ജീവിച്ചോളാം, എനിക്ക് വേറെ ജീവിത മാർഗമൊന്നുമില്ല. അദ്ദേഹം ഒരുപക്ഷെ ഒരു ഗോത്രത്തലവനൊക്കെ ആയിരിക്കാം പണ്ടത്തെ കാലത്ത്. എന്തായിരുന്നാലും അങ്ങയുടെ നാടിന്റെ ഒരു ചെറിയ, അന്നൊക്കെ അങ്ങനെയാണല്ലോ, ഖലീഫ ഏൽപ്പിക്കല ഒരാളെ, ഇന്ന ഭാഗം നീ ഭരിച്ചോ, ഇന്ന ഭാഗം നീ ഭരിച്ചോ, അങ്ങനെ ഒരു ചെറിയ ഭാഗത്തിന്റെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കണം. ഖലീഫ ഉമർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? അത്യാവശ്യം കുറച്ച്. ഖലീഫ ഉമർ പറഞ്ഞു, ഞങ്ങളുടെ നിയമപ്രകാരം ഒരു രാജ്യം കൈകാര്യം ചെയ്യണമെങ്കിൽ ഖുർആൻ പഠിച്ചിരിക്കണം. കാരണം ഈ രാജ്യത്തിന്റെ ഭരണഘടന ഖുർആനാണ്. അത് പഠിക്കാത്ത ഒരാൾക്ക് ഇത് ഭരിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഖുർആൻ പഠിച്ചു വരും. അയാൾ പോയി. കുറെ കാലം കഴിഞ്ഞും അയാൾ തിരിച്ചു വന്നില്ല. ഒരിക്കൽ ഉമർ തന്റെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, അന്ന് നമ്മുടെ മുമ്പിൽ വന്ന് ചോദിച്ചു പോയ ആ ആളെ നിങ്ങൾ പിന്നെ എവിടെയെങ്കിലും കണ്ടോ? അയാൾ വന്നില്ലല്ലോ. അപ്പൊ ആരോ പറഞ്ഞു, അയാൾ ഇന്ന നാട്ടിൽ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ഉമർ പറഞ്ഞു, നിങ്ങൾ അയാളെ എന്റെ മുമ്പിൽ ഒന്ന് ഹാജരാക്കണം. ഉദ്യോഗസ്ഥന്മാര് അയാളെ ഖലീഫയുടെ മുമ്പിൽ ഹാജരാക്കി. അയാള് വളരെ എന്താ പറയാ, ഒട്ടും ഭയലേശമില്ലാതെ ഖലീഫയുടെ മുമ്പിൽ അയാൾ നിന്നു. അപ്പൊ ഖലീഫ ചോദിച്ചു, നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിച്ചിരുന്നില്ലേ? നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗം വേണം. ഞാൻ നിങ്ങളോട് ഖുർആൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതല്ലേ, എന്റെ നിങ്ങൾ തിരിച്ചു വരാഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഖുർആൻ പഠിച്ചു. ഖുർആൻ പഠിച്ചപ്പോ ആ ഖുർആൻ എന്നെ ബോധ്യപ്പെടുത്തി, എനിക്ക് ജീവിക്കണമെങ്കിൽ ഖലീഫയുടെ മുമ്പിലോ ഖലീഫയുടെ വാതിൽക്കലോ ഓച്ചാനിച്ചു നിൽക്കേണ്ടതില്ല, ഒരാൾക്ക് കീഴടങ്ങി പോകേണ്ടതില്ല. എന്റെ വിശ്വാസം കൃത്യമാണെങ്കിൽ എനിക്ക് ജീവിക്കാൻ മറ്റൊരാളുടെ വാതിൽക്കൽ പോയി കാത്തു നിൽക്കേണ്ടതില്ല എന്ന് ഖുർആൻ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. എന്നെ ഖുർആൻ ധന്യനാക്കി പറഞ്ഞു. അപ്പൊ ഖലീഫ ഉമർ വളരെ താല്പര്യത്തോടു കൂടി ചോദിച്ചു, ഖുർആനിന്റെ ഏതു ഭാഗമാണ് നിങ്ങളെ ഇത്രമേൽ ധന്യനാക്കിയത്? അദ്ദേഹം ഓതിക്കൊടുത്തു. നമ്മളൊക്കെ പലപ്പോഴും പലവട്ടം ഓതിയിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വലാഖിലെ 2ാമത്തെ ആയത്തിന്റെ അവസാനം 3ാമത്തെ ആയത്ത്. നിങ്ങളുടെ വീട്ടിലെ ഖുർആൻ പരിഭാഷല്ലേ, കയ്യിലൊക്കെ മൊബൈലൊക്കെ ആപ്പുകളിൽ ഖുർആനിലെ ഓർത്തു വെച്ചോളൂ. വിശുദ്ധ ഖുർആനിലെ അധ്യായം സൂറത്തു ത്വലാഖ്, ഒരു ചെറിയ അധ്യായം. ആ സൂറത്തു ത്വലാഖിലെ 2ാമത്തെ ആയത്തിന്റെ അവസാനം 3ാമത്തെ ആയത്ത് മറക്കണ്ട, അത് ഇപ്രകാരമാണ്. 2ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ആത്മാഭിമാനത്തോടെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ആയത്താണ്. ഇന്ന് നമ്മുടെ മക്കളൊക്കെ പലപ്പോഴും അവർ തലകുനിച്ചു കൊടുക്കുന്നത് മറ്റുള്ളവരുടെ ഔദാര്യങ്ങൾക്ക് വേണ്ടിയാ. ഒരിക്കൽ തലകുനിച്ചു കൊടുത്താൽ പിന്നീട് തല ഉയർത്താനാവാത്ത വിധം നമ്മുടെ മക്കളുടെ പെരടിയിൽ ചവിട്ടിയിട്ട് പോകല്ലേ അവരൊക്കെ. ചിത്രങ്ങൾ, വേണ്ടാത്ത ഫോട്ടോകൾ, വേണ്ടാത്ത മെസ്സേജുകളൊക്കെ അവർ സൂക്ഷിച്ചു വെക്കുക. ആ മെസ്സേജുകൾ കാണിച്ച് അവർ നമ്മുടെ മക്കളെ വേട്ടയാടാണ്.
ഭയപ്പെടുത്തിയിട്ട് പല കാര്യങ്ങൾക്കും കീഴൊതുക്കുകയാണ്. പറയാൻ പറ്റാതെ നമ്മുടെ മക്കൾ കീഴൊതുക്കി കൊടുക്കുക. ചിലരൊക്കെ ആത്മഹത്യയിൽ അഭയം തേടുക, വേറെ ചിലര് മാനസികമായ വ്യതകളിലേക്ക് പോവുക, കുടുംബജീവിതങ്ങൾ താളം തെറ്റുക, നഷ്ടപ്പെടുക. നമ്മുടെ മക്കൾക്കൊക്കെ ആത്മാഭിമാനം ഉണ്ടാവാൻ ഈ ആയത്തുകൾ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. രണ്ടാമത്തെ ആയത്തിന്റെ അവസാനം ആരാണോ ഏത് അവസ്ഥയിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് തഖ്വയോടുകൂടി ആരാണോ ജീവിക്കുന്നത്, അള്ളാഹു അവന് മഖ്റജ് ഉണ്ടാക്കി കൊടുക്കുന്ന. എന്താ മഖ്റജ് പറഞ്ഞാൽ? നോക്കൂ നിങ്ങൾ, നമ്മളിപ്പോ ഇരിക്കുന്നത് ഒരു 10,000 ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു ഹാളിലാണെന്ന് വിചാരിക്കുക. അടച്ചിട്ട ഹോളാണ്. പെട്ടെന്ന് ആ ഹോളിന്റെ പല ഭാഗത്ത് പൊട്ടിത്തെറികൾ ഉണ്ടായി, കനത്ത പുക ആ ഹോളിൽ നിറഞ്ഞു, വൈദ്യുതി വിളക്കുകൾ ഓഫായി, പരസ്പരം കാണാൻ കഴിയാത്ത വിധം ഇരുട്ടായി, ഭയപ്പെടുത്തുന്ന ആർത്തനാദങ്ങള്, അട്ടഹാസങ്ങള്, നിറഞ്ഞ പുക, ശ്വാസം കിട്ടുന്നില്ല. ഈ ഹോളിൽ നിന്ന് പുറത്തു കടക്കേണ്ടത് എങ്ങനെ, വഴി പോലും ആർക്കും മനസ്സിലാകുന്നില്ല. പരസ്പരം ഓടി തമ്മിലടിച്ച് വീണ് മേലെ കൂടെ കയറി ഓടി വല്ലാത്തൊരു ഭീകരാവസ്ഥ. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് യുദ്ധത്തിന്റെ സമയത്തൊക്കെ. പെട്ടെന്ന് ആ ഓഡിറ്റോറിയത്തിന്റെ പല ഭാഗങ്ങളിലും ചെറിയ ബോർഡുകൾ തെളിഞ്ഞു. ആ ബോർഡുകളിൽ ഇങ്ങനെ എക്സിറ്റ്, ഒരു ആരോ മാർക്കുണ്ട്, വാതിലിന്റെ ഭാഗത്തേക്കുള്ള വഴിയാണ്. അത് കാണുമ്പോഴുള്ള സന്തോഷത്തിലല്ലേ. ഈ എക്സിറ്റ് എന്ന വാക്കിന് അറബിയിൽ പറയുന്ന ഒരു പദമാണ് മഖ്റജ്, പുറത്തേക്കുള്ള വഴി. ഒരു പ്രശ്നത്തിൽ, ഒരു പ്രതിസന്ധിയിൽ, ആർക്കും പരിഹാരം പറയാനില്ലാത്ത ഒരു വലിയ കുരുക്കിൽ ഞാൻ പെട്ടു, ഇനി എനിക്ക് ഇതിൽ നിന്ന് മോചനമില്ല എന്നൊക്കെ മനുഷ്യന്മാർക്ക് തോന്നാറുണ്ട്. അപ്പോഴാണ് ആത്മഹത്യയും മയക്കുമരുന്നുകളും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാവാറ്. എന്നാൽ ആ പ്രതിസന്ധിയിലും പ്രയാസത്തിലും അള്ളാഹുവിന്റെ കൽപ്പന തെറ്റാതെ മുറുകെ പിടിച്ചു ജീവിച്ചാൽ നിങ്ങൾക്ക് പുറത്തേക്കുള്ള വഴി അള്ളാഹ് കാണിച്ചു തരും. നിങ്ങൾ എത്ര കുടുങ്ങിയിട്ടുണ്ടെങ്കിലും, ആർക്കും രക്ഷപ്പെടാനാവാത്ത, രക്ഷപ്പെടുത്താനാവാത്ത ട്രാപ്പിലാണ് നിങ്ങളെങ്കിലും, നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെയാണോ എങ്കിൽ അള്ളാഹു അവന് മഖ്റജ് കാണിച്ചു കൊടുക്കും. അള്ളാഹു അവന് അന്നം നൽകും. മിൻ ഹൈസു ലാ യഹ്തസിബ്, ഒരിക്കലും വിചാരിക്കാത്ത രൂപത്തിൽ. നമ്മളൊക്കെ ചിലപ്പോ ഈ വേണ്ടാത്ത ചില, ഇപ്പൊ സാമ്പത്തികമായിട്ടൊക്കെ കുഴപ്പമില്ല ഇനി, പക്ഷെ കച്ചവടം ചെയ്ത് ഒക്കെ പൊളിഞ്ഞു പാളീസായി നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ പറയും, എന്താ ഇരിക്കുന്നത്, ഒക്കെ നഷ്ടപ്പെട്ടില്ലേ, എന്നാല് ഇന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്താലേ അനക്ക് രക്ഷപ്പെടാം. അതൊക്കെ തെറ്റല്ലേ, അത് പാടില്ലാത്തല്ലേ, അതൊക്കെ ഹറാമല്ലേ എന്ന് പറയുമ്പോ നാട്ടുകാരെന്താ പറയാരോ, അന്നൊരു കാര്യം ചെയ്യും, ഈ ഹറാമും ഹലാലും പറഞ്ഞ അവിടെ ഇരുന്നോ, കഴിച്ചിലാവണ്ട, അവിടെ ഇരുന്നോ, ചിലപ്പോഴൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ചില കാര്യമൊക്കെ ചെയ്യേണ്ടി വരൂലേ, ഇതെല്ലാം ഹറാമും ഹലാലും പറഞ്ഞ് ഇരുന്നാല് എങ്ങനെയാ രക്ഷപ്പെടുക എന്ന് ഉപദേശിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറില്ലേ. അള്ളാഹ് എന്താ പറഞ്ഞാൽ, നിങ്ങൾ ഏത് കുടുക്കിലും, ഈ തകർച്ച കുടുക്കെന്നൊക്കെ പറഞ്ഞാലേ അത് അസ്വാഭാവികമായിട്ട് ഉണ്ടാവല്ല, അത് അള്ളാഹു നമ്മുടെ ജീവിതത്തിന് തരുന്ന പരീക്ഷണങ്ങളാ. ആ പരീക്ഷണത്തെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നാ പഠിച്ചോ നോക്കണേ. ആ പരീക്ഷണത്തിലും നമ്മൾ അള്ളാഹുവിന്റെ കൂടെ ഉറച്ചു നിന്നാൽ വിചാരിക്കാത്ത കോലത്തില് അള്ളാഹു നിനക്ക് ഉപജീവനം തരും. തീർന്നില്ല. ഭയങ്കര രസാട്ടോ ഈ ആയത്തുകൾ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ മുസാഫ് എടുത്തിട്ട് ഈ ആയത്ത് ഇങ്ങനെ പലവട്ടം ഒന്ന് വായിച്ചു നോക്കണ്ടി, അതിന്റെ അർത്ഥം ഒന്ന് പഠിച്ചിട്ട് അത് പലവട്ടം ഒന്ന് മനസ്സിൽ വായിച്ചു നോക്കണ്ടി, നമ്മളെ അത് വല്ലാത്ത ഒരു ധൈര്യത്തിലേക്ക് കൊണ്ടുപോകും. എന്താ പറഞ്ഞാലോ, എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ അള്ളാഹു തീരുമാനിക്കുന്നത് പോലെയേ നടക്കൂ എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നീ നിന്റെ ജീവിതത്തെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ എന്താണ് വാക്കിലെ ജാറങ്ങളിലേക്കും മഖ്ബറകളിലേക്കും ദർഗകളിലേക്കും ജീവിതത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി പാഞ്ഞു പോകുന്ന മനുഷ്യന്മാരോട് പടച്ച റബ്ബ് വിശദീകരണം ആവശ്യമില്ലാത്ത വിധം പറയണേ, അല്ലാഹുവിൽ നിന്റെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചാൽ അവൻ അല്ലാഹ് മതി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിനെയും കൊണ്ട് രക്ഷപ്പെടുകയാണ്. പക്ഷെ എത്തിപ്പെട്ടത് ചെങ്കടലിന്റെ മുറ്റത്താ.
പിന്നെ അങ്ങോട്ട് ഇറങ്ങിയ കടൽക്ക. അതുകൊണ്ട് അവർ തിരിച്ചു പോകാൻ തീരുമാനിച്ച്. അപ്പോഴാണ് ഫിർഔനിന്റെ പട്ടാളക്കാര് ഇവരെ കൊല്ലാൻ വേണ്ടി വരുന്നത്. തിരയടിക്കുന്ന ചെങ്കടലിന്റെയും ക്രൂരന്മാരായ പട്ടാളക്കാരുടെയും മുമ്പിൽ ഈ പാവം ജനത നിരായുധരായി. അവർ മൂസാ നബിയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. പിന്നെ ദേഷ്യത്തോടു കൂടി ചോദിച്ചു, മൂസേ, ഞങ്ങളെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് പാതിരാത്രിക്ക് വിളിച്ചുണർത്തിക്കൊണ്ടുവന്നത് മരണത്തിലേക്ക് കൊണ്ടുപോകാനാ? ഒന്നുകിൽ കടലിൽ ചാടി മരിക്കണം, അല്ലെങ്കിൽ വെട്ടുകൊണ്ട് മരിക്കണം. വീട്ടിലാണെങ്കിൽ കഷ്ടപ്പെട്ടാലും ജീവിക്കാമായിരുന്നു. നീ ഞങ്ങളെ കൊണ്ടുവന്നത് മരണത്തിന്റെ മുഖത്തേക്കോ? മരണമല്ലാതെ ഇനി മാർഗമൊന്നുമില്ലല്ലോ. അവർ മൂസാ നബിയെ രൂക്ഷമായി വിമർശിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞ മറുപടി ഉണ്ട് ഖുർആനില്. ഇല്ല, വഴികൾ അവസാനിച്ചിട്ടില്ല, പ്രതീക്ഷകൾ തീർന്നിട്ടില്ല, രക്ഷയുടെ കവാടങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ആത്മവിശ്വാസത്തിന്റെ, ധൈര്യത്തിന്റെ, കടുത്ത വിശ്വാസത്തിന്റെ ആ വലിയ ഒരു പ്രകാശമാണത്. എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ജീവിതത്തിൽ പെട്ടുപോകുമ്പോ, മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോ, കുറ്റപ്പെടുത്തുമ്പോ, ഒറ്റപ്പെട്ടു പോകുമ്പോ, പ്രയാസങ്ങളിൽ പെട്ടുപോകുമ്പോ, മാരക രോഗങ്ങളിൽ പെട്ടുപോകുമ്പോ തളർന്നു പോകണ്ട, അവശരാവണ്ട, നിരാശരാവണ്ട, ആത്മഹത്യയെ പറ്റി ചിന്തിക്കണ്ട. ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരുമെന്ന ആത്മവിശ്വാസത്തിന്റെ മുദ്രാവാക്യം മനസ്സിലുണ്ടാവണമെങ്കിൽ നമ്മൾ റബ്ബിന്റെ കൂടെയാവണം. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കട്ടെ. അവസാനത്തെ ഒരു കുറിപ്പ് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ എത്രയൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലും, സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി, സാങ്കേതികമായി എവിടെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ വെറും ഫക്കീറന്മാരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിന്റെ വിജയം, നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം, നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത, നമ്മുടെ ജീവിതത്തിന്റെ ശാന്തി, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം ആ റബ്ബിന്റെ നിയമങ്ങളെ എത്രമേൽ ചേർത്ത് പിടിക്കുന്നുണ്ടോ അവിടെയാണ്. ആ റബ്ബിന്റെ കൽപ്പനകളെ ഉപേക്ഷിക്കുമ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഒറ്റപ്പെടുകയാണ്. ഒറ്റപ്പെടലിന്റെ വലിയ കയത്തിലേക്കാണ് യാത്ര. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പുതിയ ജനറേഷന്റെ, പുതിയ തലമുറയിലെ കുട്ടികളെ, എന്റെ യുവാക്കളെ, ഈ വിശ്വാസത്തിൽ നിന്നും നിങ്ങളെ അടർത്തിയെടുത്ത് ഭദ്രമായ കുടുംബത്തിൽ നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തി തോന്നിവാസത്തിന്റെ വൃത്തികേടിന്റെ ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്നവന്റെ തേൻ പുരട്ടിയ വിഷക്കായയാണ് ലിബറലിസവും അപകടകരമായ സ്വതന്ത്രവാദങ്ങളും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ. ഇത് മറക്കാൻ പാടില്ല. അള്ളാഹുവിൽ നിന്നും അവന്റെ ദീനിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തുന്ന മുഴുവൻ സംവിധാനങ്ങളും നമ്മളെ നശിപ്പിക്കുവാനുള്ള വിഷക്കായകളാണ് എന്ന് മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് സാധിക്കണം. കാര്യങ്ങൾ കൈവിട്ടുപോയി, എല്ലാം നഷ്ടപ്പെട്ട് അവസാനം കണ്ണു നിറച്ചത് പരിഹാരമാവുകയില്ല. തിരിച്ചറിവോടുകൂടി ധാർമ്മികത നിങ്ങൾ പഠിച്ചോളൂ, ഏത് കോഴ്സുകൾക്ക് പഠിച്ചോളൂ, ഏത് ജോലി ചെയ്തോളൂ, പക്ഷെ അതിന്റെ കൂടെ അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയുണ്ടാവണം, റബ്ബിനെ കുറിച്ചുള്ള പാഠമുണ്ടാവണം. നിന്നെ സൃഷ്ടിച്ച ആ റബ്ബിന്റെ പേരിൽ നീ വായിക്കണം എന്ന് പറഞ്ഞ അർത്ഥം കാര്യങ്ങള് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ, ഏതു വിദ്യാഭ്യാസത്തിന്റെയും കൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾക്ക് ധാർമ്മികത നഷ്ടപ്പെടുന്ന അന്തരീക്ഷത്തിലേക്ക് എത്ര നഷ്ടം വന്നാലും നമ്മൾ അവരെ പറഞ്ഞയക്കരുത്, അവരെ ചേർത്ത് പിടിക്കണം. നാളെ സ്വർഗത്തിൽ, അനശ്വരമായ സ്വർഗത്തിൽ, മരണമില്ലാത്ത സ്വർഗത്തിൽ, രോഗങ്ങളും ഭയപ്പാടുമില്ലാത്ത സ്വർഗത്തിൽ അനന്തകാലം നമ്മുടെ മക്കളുടെ കൂടെ ജീവിക്കാൻ, നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ധാർമ്മിക ബോധമുള്ളവരായി നമ്മളും നമ്മുടെ മക്കളും വളരേണ്ടതുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ധാർമ്മികതയുടെ മാർഗത്തിൽ പഠിക്കാനും പ്രവർത്തിക്കാനും ജീവിതത്തിൽ പുലർത്താനും അല്ലാഹു നമുക്കെല്ലാവർക്കും കഴിവും തൗഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പരീക്ഷണത്തിന്റെ വല്ലാത്ത കാലത്ത് വഴിതെറ്റാതെ സന്മാർഗത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക്
ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ വേദനകളിൽ നിന്ന്, താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. തൗബ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോ എങ്ങനെ മരണപ്പെട്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. നമ്മളെയൊക്കെ ഈ പരുവത്തിലാക്കിയെടുക്കാൻ എമ്പാടും കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് വളരെ അപകടകരമായ സാഹചര്യങ്ങളിലാണ്. ആ മക്കളെ നല്ല മക്കളായി, സ്വാലിഹായ മക്കളായി നമ്മൾ തളർന്നു പോകുമ്പോൾ നമുക്ക് താങ്ങാവുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, കരുണ കാണിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളായി അവരെ വളർത്തിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.